ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. നമ്മൾ ഒരു പുതിയൊരു സെറ്റപ്പ് അല്ലേ, അടിമുടി മാറിയാണ് ഇരിക്കുന്നത്. നമ്മുടെ ഗിഫ്റ്റ് അൺബോക്സിംഗിന് ശേഷം ഒരു പോഡ്കാസ്റ്റ് ആണ്. അതെ അതെ, നമ്മൾ പെട്ടെന്ന് പണക്കാരായിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം തറയിലൊക്കെ ഇരുന്ന് ഇങ്ങനെ കഷ്ടപ്പെട്ടൊക്കെ ഇപ്പൊ വൺ സെറ്റപ്പ് താങ്ക്സ് ടു അലക്സ് ആൻഡ് മെനി ഫ്രണ്ട്സ്. എല്ലാവർക്കും പോഡ്കാസ്റ്റ് സെറ്റപ്പ് അല്ല, ഇത് ടെമ്പററി സെറ്റപ്പ്. അതെ അതെ, എന്നാലും ഒരു പ്രൊഫഷണലോട് അടുത്ത് നിൽക്കുന്ന ഒരു ടെമ്പററി സെറ്റപ്പ്. നമ്മുടെ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഒരു അല്പം അപ്പായി, അല്ല ഇപ്പൊ ഒരു കുറച്ച് ക്രൗഡഡ് ആയിട്ടുള്ള പോഡ്കാസ്റ്റ് ഒക്കെ എടുക്കണമെങ്കിൽ ഇതാണ്. നമ്മള് പോഡ്കാസ്റ്റിന് വേണ്ടി ഒരു ചെറിയൊരു 5 പേർക്കാണെങ്കിൽ ഇവിടെ നമുക്ക് എല്ലാരും ഒരുപാട് പേരുണ്ടെങ്കിൽ നമ്മൾ ഇവിടെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മറ്റവിടെ കുറച്ചുകൂടെ ഒരു വൺ സെറ്റപ്പ് ആയിരിക്കും. കാണുമ്പോ തന്നെ ഓൾഡ് സ്കൂൾ ബോയ്സ് ആണ്. അതെ, രണ്ട് രീതിയിലും തോന്നാലോ. ഓൾഡ് സ്കൂൾ ബോയ്സ് ഇമാജിനേഷനിൽ ഭയങ്കര സെറ്റപ്പാണ്. ഇനി ചെയ്തു വരുമ്പോ എങ്ങനെ ഇരിക്കും? അല്ല, അത് നമ്മൾ പ്രതീക്ഷ കൈവിടരുത്. നിങ്ങളുടെ പ്രതീക്ഷ നമ്മൾ കൈവിടില്ല. നമ്മള് വൺ ബഡ്ജറ്റിലാണ് സ്റ്റുഡിയോ ഒരുക്കാൻ പോണത്. പൈസ ഒന്നും നോക്കുന്നില്ല. എമ്പുരാൻ പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ? അപ്പൊ ഇന്ന് നമ്മൾ പോഡ്കാസ്റ്റ് ഒരുപാട് കണ്ടന്റുകളുണ്ട്. നമ്മള് ഇതിനു മുന്നേ ഒരു ട്രിപ്പ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു, അതിന്റെ കുറച്ച് വിശേഷങ്ങളുണ്ട്. അതെ അതെ, ട്രിപ്പ് പോയ വ്ളോഗ് നിങ്ങൾ കണ്ടു കാണും, പക്ഷെ നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ ഇത് എടുക്കുമ്പോ വ്ളോഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞിട്ടായിരിക്കും ഈ പോഡ്കാസ്റ്റ് വരുന്നത്. ഒറ്റ ട്രിപ്പിൽ തന്നെ നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. നമ്മള് ഇപ്പം ആദ്യമായി ടിവിയില് ലോങ് ട്രിപ്പ് പോയി. പിന്നെ നമ്മള് ഹംഗ്രി മൃണാളിൽ പോയി. പിന്നെ ആറാട്ടെണ്ണൊക്കെ ഉണ്ട്. അതിൽ മെയിൻ എക്സ്പീരിയൻസ് ആയിരുന്നു. പോകുന്ന വഴിക്കൊക്കെ കുറെ സംഭവങ്ങളൊക്കെ അതൊക്കെ നമ്മള് സംസാരിക്കേണ്ട വിഷയങ്ങളാണെന്ന് തോന്നി. അതാണ് നമുക്ക് ആദ്യം ഏത് വിഷയത്തിലോട്ട് വരാം? നമുക്ക് യാത്രയിൽ തന്നെ തുടങ്ങാം. അതെ, നമ്മുടെ ലോങ് ട്രിപ്പ് നമുക്കൊരു റേഞ്ച് ആൻസൈറ്റി ഒക്കെ ഉണ്ടാവുന്ന സംഭവമാണല്ലോ EV-യിലുള്ള ലോങ് ട്രിപ്പ് എന്നൊക്കെ പറയും. അത് ആദ്യമായിട്ടല്ലേ ദാസു? ആദ്യമായിട്ടാണ് EV-യില് ലോങ് പോകുന്നത്. ഒരു വൺ ഡേ ട്രിപ്പ് ആയിട്ട് ഒരു തെങ്കാശിയൊക്കെ പോയ തന്നെ, അല്ലാതെ നമ്മളൊരു വലിയൊരു ട്രിപ്പ് ആദ്യമായിട്ടാണ്. എന്നുവെച്ചാ EV-യുടെ റേഞ്ചിനെയും കാട്ടി കൂടുതൽ ഏരിയ നമ്മളെല്ലാം കൂടെ ഒരു 600 കിലോമീറ്റർ ഓടി. 3 ഇരട്ടി EV റേഞ്ചിന്റെ ഒരു 3-4 ഇരട്ടിയോളം നമ്മൾ ഓടി. അപ്പൊ അതിന്റെ ഒരു സംഭവം എക്സ്പീരിയൻസും പിന്നെ അതിന്റെ ഒരു ബഡ്ജറ്റും അതിനുമായിട്ടുള്ള വ്യത്യാസം. നമ്മൾ പെട്രോളിൽ പോയ എത്ര രൂപ ആവും, ഇലക്ട്രിക്കൽ, പിന്നെ ചാർജിങ് സ്റ്റേഷൻസ് ഒക്കെ ഉണ്ടോ, അങ്ങനെ ഒരുപാട് പറയാനുണ്ട്. അപ്പൊ വർണ്ണിച്ചോണ്ടിരിക്കാതെ അപ്പോഴേ എനിക്ക് തോന്നിയത്, ഇപ്പൊ EV എടുക്കണവർക്ക് ഒരുപാട് പേർക്ക് ഉള്ളതാണ് എന്ന് വെച്ചാൽ എടുത്തു കഴിഞ്ഞാൽ ഫീസിബിൾ ആണോ, പറ്റുമോ, അതായത് നമുക്ക് പണിയാവോ, അങ്ങനെയൊക്കെ ഉള്ളത്. പക്ഷേ എനിക്കും അങ്ങനെ ഒരു ടെൻഷന്, അങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നു. പ്രത്യേകിച്ച് ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഒരു EV എടുത്തെന്നും പറഞ്ഞ് ഒരു ടെൻഷനോ ചാർജിങ് സ്റ്റേഷൻ കണ്ടുപിടിക്കണോ അങ്ങനെ ഒരു സാധനമേ ഇല്ല. ഒരു റേഞ്ച് ആൻസൈറ്റി ഇല്ല. സത്യം അതല്ല, അതിൽ അവന് കോൺഫിഡൻസ് ഉണ്ടെന്ന് എനിക്കറിയാം. ആ തെങ്കാശി പോയപ്പോ എനിക്ക് മനസ്സിലായി, ഇവിടത്തെ കാട്ടിയും ബുദ്ധിമുട്ടാണ് അവിടെ സ്റ്റേഷൻ കണ്ടുപിടിക്കുക. പക്ഷെ അവിടെ അവൻ കോൺഫിഡന്റ് ആയിട്ടിരുന്നത്. അതിന് സമയം നമുക്ക് പ്രശ്നം വന്നില്ല. നമുക്ക് ഇല്ല, വന്നില്ല. അത്രയും ഡിസ്റ്റൻസും അങ്ങനെ കവർ ചെയ്യുന്ന തോന്നലുണ്ടായിരുന്നു. അപ്പോഴും അങ്ങനെ ഒരു സാധനം ഇല്ല. ഒരു റേഞ്ച് ആൻസൈറ്റി അങ്ങനെ ഒരു സാധനം എടുത്തു കഴിഞ്ഞ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരു പ്രശ്നം വരുന്ന വെച്ചാൽ ഈ ചാർജ് ചെയ്യാൻ പോകുമ്പോ ക്യൂ ഉണ്ടെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. ആ ഒരു പ്രശ്നമാണ് എനിക്ക് തോന്നിയത്. അതാണ് ഒരു പ്രശ്നം അതില്. അല്ലാതെ ചാർജിങ് സ്റ്റേഷനൊക്കെ നമ്മൾ ഒരു പ്ലാൻ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് പോയി വരാനുള്ള ടെൻഷൻ ഇല്ലാതെ പോകാൻ പറ്റും. പിന്നെ ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഈ നമ്മള് എത്ര നേരം ചാർജ് ചെയ്യാൻ വെക്കണം, ആ ഒരു സംഭവമാണ്. മറ്റേ പെട്രോളൊക്കെ ആണെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് അല്ല 1 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് പോകാൻ പറ്റും, സംഭവം കഴിയും. അപ്പൊ ആ ഒരു സംഭവം എല്ലാവർക്കും ഉണ്ട്. എത്ര മിനിറ്റ് ഇരിക്കും, ഒരു ഫുൾ ചാർജ് ആവാൻ വേണ്ടി എത്ര സമയം എടുക്കും. അപ്പൊ അതൊക്കെ സത്യം പറഞ്ഞാൽ നമുക്ക് ഈ നമ്മൾ ആദ്യം ഒരു റെസ്റ്റോറന്റ് കയറിയപ്പോഴാണ് ആദ്യമായിട്ട് ചാർജ് ചെയ്യാൻ വേണ്ടി എന്ന് വെച്ചാൽ നല്ല കുറഞ്ഞു 17% എന്തോ ഉണ്ട്. ഒരു ഫുൾ ചാർജ് പോലെ നമ്മൾ ഇട്ടിട്ട് പോവുക. അപ്പോൾ അത് നമ്മള് ഹോട്ടലിൽ കയറി നമ്മൾ കഴിക്കാൻ ഇരുന്നപ്പോൾ തന്നെ ഏകദേശം 47%. അപ്പൊ നമുക്ക് മനസ്സിലായോ ഇത് ഭയങ്കര ഇംപ്രസ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ബ്രേക്ക് എടുക്കാൻ ഇത്രയും ദൂരം ഒരു 200 കിലോമീറ്ററിൽ ഒരു ബ്രേക്ക് എടുക്കണം നല്ലതാണ്. കാരണം നമ്മള് ഒരു ചായ കുടിക്കാനോ ഒരു റെസ്റ്റ് എടുക്കാനോ ഒരു സാധനം മാറാൻ ഒരു ബ്രേക്ക് എടുക്കുമ്പോഴേ ആ ബ്രേക്കിൽ ഇപ്പൊ ഒരു ഫുഡ് ലഞ്ച് കഴിക്കാൻ വേണ്ടി ഒരു മണിക്കൂർ എടുക്കുമെങ്കിൽ ആ ടൈമിൽ ചാർജിൽ ഇടാൻ പറ്റിയെങ്കിൽ അത് ഫുൾ ആവും.
അപ്പോഴങ്ങനെയൊക്കെ ഒരു ഇത് തോന്നിയുള്ളൂ. അല്ലാതെ നമ്മൾ പെട്രോൾ വണ്ടി ആയാലും നമ്മൾ ആ ബ്രേക്ക് എടുക്കുമല്ലോ. ആ ഒരു സാധനം പ്ലാൻ ചെയ്യണം, അത്രേ ഉള്ളൂ. പ്ലാൻ ചെയ്യണം, ആ സ്ഥലത്ത് തന്നെ കാണണം. നമ്മള് അങ്ങനെ പ്ലാൻ ചെയ്ത് വേണം റെസ്റ്റോറന്റിൽ കയറാൻ. നമ്മള് ഒരു ലോങ് ട്രിപ്പ് ചെയ്യുമ്പം റെസ്റ്റോറന്റ് അടുത്ത് ചാർജിന് ശേഷം ഉണ്ടെങ്കിൽ അത് ആദ്യമേ ഒന്ന് നോക്കിയിട്ട് ഒന്ന് ഫുഡ് കഴിക്കണ നേരം ചാർജിങ് സ്റ്റേഷൻ വർക്കിംഗ് ആണെന്ന് നോക്കണം. ശരിയാണ്. നമ്മള് ഗോയിസിലാണ് വർക്ക് ഇത് ചെയ്തത്. അവരെ ആപ്ലിക്കേഷനും അവര് ഇതൊക്കെ കൊള്ളാം, ഒരു എല്ലാ അപ്ഡേറ്റ് ഒക്കെ അറിയാൻ പറ്റും. എനിക്ക് അതിൽ തന്നെ വേറെ വണ്ടി ചാർജിങ് ആണെങ്കിൽ അറിയാൻ പറ്റും. അതൊക്കെ ഒരു നല്ല അവൈലബിലിറ്റി എല്ലാം അറിയാൻ പറ്റും. ആപ്ലിക്കേഷനിൽ നോക്കുമ്പോ ചാർജ് എത്രയാണെന്ന് നമ്മൾ കഴിച്ചോണ്ടിരിക്കുമ്പോ തന്നെ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ഉള്ളത് രാവിലത്തെ പ്രൈസും രാത്രിത്തെ പ്രൈസും വ്യത്യാസമാണ്. രാവിലെ എന്തോ സോളാറിന്റെ ഇത് വെച്ചിട്ട് റേറ്റ് കുറവാണ്. 4 മണിക്ക് ശേഷം റേറ്റ് കൂടുതലാണ്. ഏകദേശം 25 രൂപ അടുപ്പിച്ചാവും ഒരു യൂണിറ്റ്. മറ്റേതാണെങ്കിൽ മറ്റേതിന് 17, 8 രൂപ വ്യത്യാസം. അപ്പൊ നമുക്ക് ഇത് ടോട്ടൽ ഇപ്പൊ എത്ര എക്സ്പെൻസീവ് ആയി? ഒരു 600 കിലോമീറ്റർ ഓടാൻ വേണ്ടി ഞാൻ വീട്ടിൽ നിന്ന് ഒരു ഫുൾ ചാർജ് ചെയ്ത്, പിന്നെ അതിനുശേഷം ഫസ്റ്റ് ഫുഡ് കഴിക്കാൻ കയറിയപ്പോ ഒരു ചാർജ് കയറി. പിന്നെ കുട്ടിക്കാനത്ത് ഒരു ചാർജിന് കയറി. പിന്നെ കൊച്ചിയിൽ പോയപ്പോ ഒരു ഫുൾ ചാർജ് ചെയ്ത്. എല്ലാം കൂടെ വെളിയിൽ നിന്ന് ചാർജ് ചെയ്ത് എല്ലാം കൂടെ 1200 രൂപയ്ക്ക് ചാർജ് ചെയ്തു. 200. പിന്നെ വീട്ടില് ഒരു 300 രൂപ അടുപ്പിച്ചാവും. 600 കിലോമീറ്റേഴ്സ് നമ്മളിപ്പോ ഓടി. അത് നമ്മള് വളരെ ഇംപ്രസീവ് ആണ്. ഒരു പെട്രോൾ വണ്ടിയാണെങ്കിൽ നമുക്ക് ഏകദേശം എത്ര? പെട്രോൾ ആണെങ്കിൽ എന്തായാലും ഒരു 5000 രൂപ. 5000 കൂടുതലാവേ ഉള്ളൂ, കുറയൂല. ഒരു 3500 രൂപ അടുപ്പിച്ച് ഇതില് സേവ് ചെയ്യാൻ പറ്റും. 3500 അനുസരിച്ച് സേവ് ചെയ്യാൻ പറ്റി. പക്ഷെ അത് നമുക്ക് പഞ്ചർ ഒട്ടിക്കാൻ വേണ്ടി കുറച്ച് അതാണ് അത് വെച്ച് നമുക്ക് പറയാൻ പറ്റില്ല. EV-യിലായാലും പെട്രോൾ വണ്ടിയായാലും പഞ്ചറായ. പക്ഷെ എനിക്ക് തോന്നുന്നു അത് ലാഭിക്കാൻ നോക്കിയോണ്ടാണെന്ന് തോന്നുന്നു. രണ്ടാമത്തെ പഞ്ചർ ഇത്തിരി അല്ല, രണ്ടാമത്തെ പഞ്ചറിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ആദ്യത്തെ പഞ്ചർ ഒരു വല്ലാത്ത നെട്ടായിരുന്നു, കേറാൻ പറ്റാത്തൊരു നെട്ട്. രണ്ടാമത്തെന്ന് വെച്ചാൽ അതിനുള്ള ഒരു ഇതുണ്ടായിരുന്നു. രണ്ടാമത്തെ പഞ്ചർ നമുക്ക് അകത്തുനിന്ന് ഒട്ടിക്കണോ, അത് സ്കാം ആണോ എന്ന് എനിക്ക് സംശയം ഇല്ലാതില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണി ഊരിയിട്ട് പറഞ്ഞു ഇത് വലിയ ഹോളാണ്, പക്ഷെ അത്ര വലിയ ഹോളൊന്നും അല്ല. നല്ല കാറ്റ്. പക്ഷെ അത് സംഗതി എന്ന് വെച്ചാൽ ആ ഈവന്റ് പറഞ്ഞു വരാൻ നല്ല രസമാണടാ. അല്ലേ, അവിടത്തെ നമ്മള് കുറച്ച് ഈവന്റ്സ് ഉണ്ട്. അതില് എന്ന് വെച്ചാൽ 2 ദിവസം പഞ്ചറായി. 2 ദിവസം പഞ്ചറായി. തുടങ്ങിയ നമ്മൾ യാത്ര തുടങ്ങുമ്പോൾ തന്നെ പഞ്ചറാവും. ആദ്യത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തപ്പോ പഞ്ചറായി. രണ്ടാമത്തെ ദിവസം തിരിച്ച് നമ്മള് കുട്ടിക്കാനത്ത് നിന്ന് നമ്മള് പൈൻ ഫോറസ്റ്റിലോട്ട് പോവായിരുന്നു. അപ്പൊ ഇങ്ങനെ ഇറങ്ങി പോയപ്പോഴാണ് എവിടെയോ വെച്ച് പഞ്ചറായത്. അത് ടയർ മോണിറ്റർ സിസ്റ്റം കൊള്ളാം. TPMS എന്ന് പറഞ്ഞ സാധനമുണ്ട്, അത് കൊള്ളാം. പക്ഷെ ഇത് 2 വട്ടം കാണിച്ചപ്പോ അതിന് നമ്മൾ സംശയിച്ചായിരുന്നു, സെൻസർ കംപ്ലൈന്റ് ആണോ എന്ന് വരെ. ഒരേ ടയർ 2 വട്ടം കാണിച്ചു. ഇല്ലെങ്കിൽ നമ്മൾ അറിയില്ലല്ലോ. കുറച്ച് ഉള്ളിലോട്ട് പോയിട്ടാണ് പഞ്ചറായെങ്കിൽ പിന്നെ മെനക്കേടായി. പഞ്ചില് സ്റ്റെപ്പിനി ഇല്ല, സ്റ്റെപ്പിനി ഇല്ല, ജാക്കി ഇല്ല, ഒന്നും തന്നെ ഇല്ല. ഇപ്പൊ പഞ്ചർ പോയി ഒരു ടയർ പോയാ തീർന്നു. അത് മറ്റേ കിറ്റ് ഉണ്ട്, മറ്റേ പഞ്ചറിന്റെ കിറ്റ്. അതിലെന്തോന്നൊക്കെ ചെയ്യുമ്പോൾ തൽക്കാലത്തേക്ക് അതിലെന്തോ ഒരു എന്ന് വെച്ചാ അത് ആ സാധനം ഉണ്ട്. കണക്ട് ചെയ്ത് എയർ അടിക്കണ ഇതിൽ വെക്കണം. അപ്പോഴതിൽ നിന്നൊരു ലിക്വിഡ് വന്നിട്ട് സീലന്റ് ചെയ്യും. അത് അപ്പോഴും തൽക്കാലം ഓടാം. നമുക്കെന്നാ അതും കൂടെ ഒരു ട്യൂട്ടോറിയൽ അത് ട്രൈ ചെയ്യാൻ മറന്നുപോയി. വേറൊരു പഞ്ചറുണ്ട്. ടയർ കട ഉള്ളപ്പോ പിന്നെ എന്തിനാണ് ലിക്വിഡ് ആയിട്ട് അത് കേട്ടത്? 3 വട്ടമൊക്കെ ആക്കി കഴിഞ്ഞാൽ നമ്മൾ കണ്ടന്റ് വേണ്ടി ചെയ്യണമെന്ന് വിചാരിക്കും. 2 വട്ടം ആയപ്പോഴേ ചിലപ്പോ അവർക്ക് ഡൗട്ട്. രണ്ടാമത്തെ പ്രാവശ്യം നമ്മള് സ്റ്റേയുടെ അവിടെ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇറങ്ങിക്കൊണ്ടിരുന്ന കുറെ പിള്ളേർക്ക് ഇങ്ങനെ അന്തം വിട്ട് ചിരിച്ചു. നമ്മുടെ തെറ്റിദ്ധാരണ ആയിരിക്കും. നമ്മൾ പോയപ്പോ ആ കുട്ടികൾ ഇങ്ങനെ നോക്കി ചിരിക്കായിരുന്നു ഈ വണ്ടിയെ നോക്കി. എന്നുവെച്ചാ ഈ ആണി വെച്ചിട്ട് വെയിറ്റ് ചെയ്യൂലേ, അതുപോലത്തെ കേറുമ്പോ ഉള്ള ഒരു സന്തോഷമില്ല. അതുപോലെ ഒരു പ്രാങ്ക് ചെയ്തിട്ട് ഇങ്ങനെ നമുക്കൊരു കൗതുകം കാണുമല്ലോ പിള്ളേർ ഇങ്ങനെ. പക്ഷെ അങ്ങനെ ഒരു ചിരി കേറിയപ്പോ നമ്മള് വിചാരിച്ചു ഇനി വണ്ടിയുടെ ഫ്രണ്ടിൽ എന്തെങ്കിലും വൃത്തികേടായിട്ടുണ്ടോ, മോശമായിട്ട് എന്ന് വെച്ചാൽ
എല്ലാരും ചിരിക്കണമല്ലോ, പക്ഷെ ആ കുട്ടികൾ മാത്രമേ അങ്ങനത്തെ ഒരു ചിരി ചിരിച്ചുള്ളൂ. നമ്മളവിടെയുള്ള ചേച്ചിമാരെയൊക്കെ നോക്കി, നമ്മളെ വണ്ടി നോക്കി പിന്നെ വിചാരിച്ചു നമ്മള് ഫാൻസ് ആയിരിക്കും, ഫാൻസ് ആയിരിക്കും അങ്ങനെയും തെറ്റിദ്ധരിച്ചു. ചെറിയ കുട്ടികള് അവർക്ക് എന്തായാലും നമ്മള് ഫാൻസ് ആവാൻ ഒരു ചാൻസും ഇല്ല. അതാ കുട്ടിയുടെ ചിരി ഒരു വല്ലാത്ത ചിരിയല്ലേ, ഇങ്ങനെ മുഖത്ത് നോക്കിയിരിക്കുന്ന ഒരു വല്ലാത്ത ചിരിയായിരുന്നു. ഇങ്ങനെ ഒരു സംശയമുണ്ട് നമുക്ക്. അതെങ്ങനെ ഇങ്ങനെ ഈ അവര് വച്ചിട്ട് ഇങ്ങനെ ഇതിൽ കേറുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം, നമുക്ക് ഒരു അച്ചീവ്മെന്റിന്റെ സന്തോഷമായിരുന്നു. എന്തോ നമ്മളൊരു പ്രയത്നിച്ചിട്ട് അത് കിട്ടുമ്പോൾ ഒരു അച്ചീവ്മെന്റിന്റെ ഒരു ചിരിയായിരുന്നു. ആ സന്തോഷം മുഖത്ത് കണ്ടു. പക്ഷെ എനിക്കൊന്ന് പാവങ്ങളായിരിക്കും, അതായിരിക്കില്ല. നമ്മുടെ ദുഷ്ട മനസ്സായിരിക്കും. പക്ഷേ സംശയിക്കുന്നുണ്ടെങ്കിൽ ഇവനെ സംശയിക്കണം. ശരിയാണ്, കണ്ടന്റിന് വേണ്ടി. കാര്യം ആദ്യത്തെ പഞ്ചർ ഒട്ടിച്ചപ്പോഴേ നമ്മുടെ ഉല്ലാസ് ഒരു സംഭവം ഉന്നയിച്ചിരുന്നു, അകത്തുനിന്ന് ഒട്ടിക്കണം എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മളെല്ലാരും ഇവർക്ക് അതിനെ പറ്റി ഒരു ജ്ഞാനമില്ല, ഈ കളിയാക്കി അതിൽ ഈഗോ അടിച്ച് ചെയ്തതാണോ എന്നൊരു സംശയമുണ്ട്. നമ്മള് കുറച്ച് കളിയാക്കിയായിരുന്നു. പുള്ളി അകത്ത് തന്നെ അകത്ത് കൊണ്ടുപോയി തന്നെ ചെയ്യുന്ന എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറച്ച് ഉല്ലാസിനെ. പക്ഷെ എന്നിട്ട് ഉല്ലാസിന് സംശയം പുള്ളിക്കാരെ അകത്തുനിന്ന് ഒട്ടിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് സംശയം ഉണ്ടായിരുന്നു. അത് പിന്നെ ഇവൻ പറഞ്ഞപ്പോ എനിക്കൊരു സംശയം. എനിക്ക് മുമ്പ് ഇങ്ങനെ ഇഷ്യൂ വലിയ ഹോൾ വന്നപ്പോ അങ്ങനെ മറ്റേ 2 ഈ പഞ്ചർ ഒട്ടിക്കുന്ന സാധനം ഒത്ത് കയറ്റി അത് അടച്ചു. അത് വലിയ പൈസയാണ്, 200 രൂപ 300 രൂപ കണ്ടായുള്ളൂ. പക്ഷെ ഇത് ഇപ്പം അകത്തുനിന്ന് ഒട്ടിക്കണമെങ്കിൽ ഇത് 900 രൂപ കൂടുതലല്ലേ? കൂടുതലാണെന്ന് തോന്നുന്നു. ചെറിയ ഒരു സാധനം അതിന് ഇത്രയും പൈസ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. അറിയാവുന്നവരുണ്ടെങ്കിൽ അത് പറഞ്ഞു തരാം, നമ്മളെ പറ്റിച്ചതാണോ അല്ല. നമ്മളെ കണ്ട അത്ര റിച്ച് ഫീൽ ഉണ്ടായിരുന്നു. ഇങ്ങനെ അതല്ലടാ, 900 രൂപയ്ക്കുള്ള പഞ്ചർ ഉണ്ടല്ലോ, ഒത്തിരി. എനിക്ക് ടയർ എത്രയാണ്ട? ടയർ 10,000 രൂപ. പിന്നെ 1000 ആയല്ലേ? അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് നമുക്കൊരു ഇതുണ്ടായിരുന്നത്, പഞ്ചർ എന്ന് പറയുന്ന ഒരു സാധനം. അത് പഞ്ചർ ഇവന്റ് അതായിരുന്നു, പഞ്ചിനുള്ള പഞ്ചർ ഇവന്റ്. പഞ്ചർ ഇവന്റ് അല്ലാണ്ട് ഒഴിച്ചാൽ നമ്മുടെ EV വളരെ വളരെ സ്മൂത്ത് ആയിരുന്നു. പിന്നെ ട്രാവൽ എക്സ്പീരിയൻസും വളരെ ടയർഡ് ആയില്ല, അത്ര ടയർഡ് ആയി. ഈ 600 കിലോമീറ്റർ ഒക്കെ പോകുമ്പോൾ നമ്മൾ കുറച്ച് എവിടെയെങ്കിലും ഇറങ്ങുക, അങ്ങനെ ഇപ്പം മാനുവൽ വണ്ടി ആയിരുന്നെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ ഇറങ്ങും. പിന്നെ യാത്ര ചെയ്യാൻ ഇപ്പം പാസഞ്ചേഴ്സിന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈബ്രേഷൻ കുറവായതുകൊണ്ട് ആ ഒരു ക്ഷീണം. അല്ല, വണ്ടി ഓട്ടിക്കണ ആൾക്കേ ഇപ്പൊ മറ്റേ നമ്മുടെ ഒരു മാനുവൽ ഓട്ടിക്കണെന്നും ഓട്ടോമാറ്റിക് ഓട്ടിക്കുന്നതെന്നും ബെറ്ററാണ്, എളുപ്പമാണ്, അത്ര ക്ഷീണം ഇല്ല. ആ ഒരു ഇതുണ്ട്. പിന്നെ എനിക്ക് EV കണ്ണടച്ചെടുക്കണം. എനിക്ക് തോന്നിയത് EV എടുത്തതിൽ എനിക്ക് റിഗ്രറ്റ് ഇല്ല. കാരണം എന്തുകൊണ്ടും ബെറ്റർ ആയിട്ടാണ് തോന്നുന്നത്. ഇപ്പോ ഞാൻ പറയണ ഓട്ടം ഇല്ലാത്തവർക്കും ഒരു കാർ എടുക്കണമെങ്കിൽ EV എടുക്കാന്നുള്ളതേ ഉള്ളൂ എന്ന് ഞാൻ പറയണു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു സിറ്റി കാറായിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഇപ്പൊ ഒരു വർഷം 10,000 കിലോമീറ്റർ ഓടുന്ന ആൾക്കും EV എടുക്കാന്നുള്ളതേ ഉള്ളൂ. ഇൻവെസ്റ്റ്മെന്റ് കൂടുതലല്ലേ അതിന്റെ ഒരു കൂടുതലാണ്. അതിപ്പം സത്യം പറഞ്ഞാൽ ചിലപ്പോ കവർ ചെയ്യുമ്പോൾ 3 വർഷമൊക്കെ ആയാലും നമുക്ക് ചിലപ്പോ അതിന്റെ ഇത് കിട്ടും. പിന്നെ ഇതിന് ഈ EVക്ക് ഇതുണ്ടല്ലോ, ടെക്നോളജി എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ബാറ്ററിയുടെ ടെക്നോളജി ആയാലും അതിന്റെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ബാറ്ററിയുടെ ഇത് കുറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ, റേഞ്ച് എന്തായാലും കുറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ. അല്ല, ബാറ്ററി ഹെൽത്ത് വലിയ എന്തായാലും ഒരു 5 വർഷത്തേക്ക് വലിയ പ്രശ്നം 15 വർഷത്തേക്ക്. അത് പറയാൻ കാര്യം ഞാൻ EV ആണ് യൂസ് ചെയ്യണം ഒരു 3 കൊല്ലത്തിന് മുകളിലായിട്ട്. എനിക്ക് ഇതുവരെയായിട്ടും ആ ഒരു ബാറ്ററിയുടെ ആ ഒരു ഹെൽത്തിന്റെ പ്രശ്നം ഇതുവരെയായിട്ടും വന്നു. ഇത് മറ്റേ ഈ റാപ്പിഡ് ചാർജ് ചെയ്തെന്ന് പറഞ്ഞാൽ അങ്ങനെ ബാറ്ററിക്ക് ഇഷ്യൂ വരില്ലല്ലോ. അത് എന്ന് വെച്ചാൽ സ്ലോ ചാർജിങ് ആണ് നല്ലത്. ഈ ഫാസ്റ്റ് ചാർജിങ് അത്ര റെക്കമെൻഡബിൾ അല്ല. അവര് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 സ്ലോ ചാർജിങ് ഫാസ്റ്റ് ചാർജിങ് ചെയ്യുമ്പോൾ അടുത്തത് ഒരു സ്ലോ ചാർജിങ് ചെയ്യണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെൽ ബാലൻസിങ് എന്നും പറഞ്ഞൊരു സംഭവം വെച്ചാൽ 100% ആക്കണം. സ്ലോ ചാർജ് ചെയ്ത് 100% ആക്കണം, എന്നാലേ ആ കൂളിംഗ് സിസ്റ്റം ഒക്കെ
വർക്കിംഗ് വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ ഓക്കെ. അപ്പൊ എനിക്ക് തോന്നിയത് EV ഉള്ളവർക്ക് ഇപ്പൊ കേരളത്തിന്റെ മൊത്തത്തിൽ ഇപ്പം നമ്മളൊരു ഓൾ ഇന്ത്യ ട്രിപ്പ് അടിക്കണം എന്ന് വെച്ചു, ഓൾ കേരള ട്രിപ്പ് അടിക്കണം എന്ന് വെച്ചു. ഓൾ കേരള ട്രിപ്പ് അടിക്കണമെങ്കിൽ ഈ ചാർജിങ് സ്റ്റേഷൻ ഇല്ല, ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് എടുക്കാതിരിക്കേണ്ട ആവശ്യമില്ല. കേരളത്തിൽ ഏകദേശം മിക്ക എടുത്തുണ്ട്. നമ്മൾ പോകുമ്പോ തന്നെ ഇങ്ങനെ സൈഡില് EV ചാർജിങ് ഗൂഗിൾ മാപ്പിൽ നോക്കുമ്പോൾ തന്നെ ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ എനിക്ക് തോന്നിയില്ല, അങ്ങനെ ഒരു ചാർജിങ് സ്റ്റേഷൻ ഇല്ലാത്തോണ്ട് എടുക്കാതിരിക്കണ്ട. ലോങ് ട്രിപ്പിന് ഇപ്പം EV എടുത്ത് ഒരു ലോങ് ട്രിപ്പിന് ചുമ്മാ പോവാം. അതെ. അപ്പൊ നമ്മൾ EVയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോ കുറച്ച് ശ്രദ്ധയിൽപ്പെട്ടു. പ്രതികരിക്കണമെന്ന് തോന്നുന്നു. അതെ, ഒരു പ്രതികരിക്കുന്ന പൗരന്മാരാകുമ്പോ നമ്മൾ ഇവിടെയെങ്കിലും പ്രതികരിക്കണ്ടേ? അതെ, അവിടെ വെച്ചാ പറ്റിയില്ല. കണ്ണാടി പോലും, വലിയ കണ്ണാടി പോലും ഇല്ലായിരുന്നു അവിടെ. അപ്പോ നമ്മള് ഫസ്റ്റ് ഇവന്റ് ഡേ 1 നമ്മൾ പൊക്കോണ്ടിരുന്നപ്പോ ഫ്രണ്ടിൽ ഒരു ടെമ്പോ ട്രാവലർ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോ അവര് ഈ പൈന്റിന്റെ കുപ്പിയൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വലിച്ചെറിയും. ഫസ്റ്റ് കണ്ടപ്പോ തന്നെ ദാസൻ പറഞ്ഞു പൈന്റിന്റെ കുപ്പി. ഞാൻ ഇങ്ങനെ ഈ മദ്യക്കുപ്പികളുടെ കളക്ഷൻ അവനുണ്ട്. അതല്ല, ഞാൻ ഈ പൈന്റിന്റെ കുപ്പി എന്ന് പറയുന്നത് ഈ എനിക്ക് ഈ കുപ്പികൾ ഇങ്ങനെ ഞാൻ സാധാരണ മദ്യക്കുപ്പികളെ പൈന്റ് എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. മറ്റേ താഴെ മറുകൊള്ള കുട്ടിയല്ലേ, ദാസൻ കണ്ടിട്ടേ ഇല്ല. ഈ പൈന്റ് എന്നാണ് ഞാൻ അഭിസംബോധന. അപ്പോൾ പൈന്റിന്റെ കുപ്പികൾ ഇങ്ങനെ അങ്ങനെ ഒരു പ്രാവശ്യം പോയപ്പോ ആദ്യം ഒരു കുപ്പി എറിഞ്ഞ്, അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തോ ഫുഡ് വേസ്റ്റ്, പിന്നെ അവരുടെ പ്ലാസ്റ്റിക്കുകൾ ഓരോന്നോരോന്നായിട്ട്, പിന്നെ വീണ്ടും ഒരു കുപ്പി എറിഞ്ഞടാ. അല്ല, ആക്ച്വലി നമ്മൾ വിചാരിച്ചത് പയ്യന്മാരെന്നാണ് വിചാരിച്ചത്, പാർട്ടിയൊക്കെ ആയിരുന്നു. എന്നിട്ട് നമ്മൾ ഇങ്ങനെ അവരെ പുറകെയാണ് പോണത്. ഓവർടേക്ക് ചെയ്ത് പോകാൻ പറ്റുന്നില്ല ദാസൻ ചേട്ടനെ കൊണ്ട്. പിന്നെ ഇങ്ങനെ പോയപ്പോഴത്തേക്ക് നമ്മൾ ഫസ്റ്റ് വെള്ളച്ചാട്ടം കണ്ട് വെള്ളച്ചാട്ടം കണ്ട് നമ്മൾ അവിടെ നിർത്തിയപ്പോ അവരും കൊണ്ടുവന്ന് അവിടെ നിർത്തി. വെള്ളച്ചാട്ടത്തിന് ഫേമസ് തന്നെ, എല്ലാരും നീല് തുടങ്ങുന്ന ഒരു വെള്ളച്ചാട്ടം. നമ്മള് മെയിൻ ആയിട്ടുള്ള എനിക്ക് അത് വീഡിയോ കാണുമ്പോ അവർക്ക് മനസ്സിലാവും. വീഡിയോയിലുണ്ട് മനസ്സിലാവും. ചാർലിയിലൊക്കെ ടൊവിനോ ഇങ്ങനെ മുഖം കഴിവില്ലേ, അങ്ങനെ നമ്മള് വണ്ടി ഒതുക്കിയപ്പോ നമ്മളെ ഫ്രണ്ടിൽ തന്നെ അവരും വണ്ടി ഒതുക്കി. നമുക്ക് ആ നമ്പർ പ്ലേറ്റ് അറിയാം. അപ്പൊ ഒതുക്കിയിട്ട് അവിടുന്ന് കുറച്ച് അപ്പന്മാരൊക്കെ ഇറങ്ങി. സത്യം പറഞ്ഞ ഫൈൻഡ് ആണെന്ന് ഫിക്സ് ചെയ്തത്. ഇങ്ങനെ ആടി ആടി ഇറങ്ങി, എന്നിട്ട് മറ്റേ പില്ലറിന്റെ മുകളിൽ കയറി എന്നിട്ട് വിസ്തരിച്ച് താഴോട്ടൊരു വെള്ളച്ചാട്ടം, മൂത്രം ഒഴിക്കുന്നു, ഈ കുടിച്ചതെല്ലാം ഒഴിച്ചു കളയുന്നു. അത് ഫസ്റ്റ് സെക്കൻഡ് ന്യൂസെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വ്യൂ പോയിന്റ് ആണ്. എല്ലാരും വന്ന് നിൽക്കുന്നു. നമ്മള് സാധാരണ കുറച്ച് ഒഴിഞ്ഞ പ്രദേശങ്ങളും കാട് പ്രദേശങ്ങളിലെ ഒരു ഇത് മൂത്രം ഒഴിക്കുള്ളൂ. എനിക്ക് ആ ഒരു വൈബില് അറിഞ്ഞാണല്ലോ തോന്നുന്നു. പബ്ലിക്കാണ് താഴെ കൊക്കയാണ്, അതിന്റെ മുകളിൽ ഒരു ഇതിന്റെ മുകളിൽ കയറി നിന്നിട്ടാണ് ഒഴിക്കണത്. ഇവരാണെങ്കിൽ ഇത്തിരി വെള്ളം അടിച്ചിട്ടുണ്ട്. ആടി ആടി അങ്ങേരെ സേഫ്റ്റി ഉണ്ട്, ഒഴിച്ചും കൂടെ. പക്ഷേ ഇത് പറയട്ടെ, നമ്മൾ ഈ 2K കിഡ്സ് ഇവരെയൊക്കെ ഇങ്ങനെ കളിയാക്കാമെങ്കിലും ഏറ്റവും വേഴ്സ്റ്റ് അവരാണ്. 60s ആണ് കേട്ടോ. 60 കിഡ്സ് തന്നെ കുഴപ്പങ്ങൾ. കാരണം നമ്മള് 2K കിഡ്സ് ഇങ്ങനെയാണെന്ന് ഇവര് തന്നെ പറയും. ഇപ്പോഴത്തെ 90 കിഡ്സിനെ ഇവര് പറയും, 80 കിഡ്സിനെയും പറയും. ഇപ്പോഴത്തെ കുട്ടികൾ എന്താ ഇങ്ങനെ, ഇവര് ടൂറിന് പോകുമ്പോഴേ ഇവര് ചെയ്യുന്ന ഇങ്ങനെയാണ്, വെള്ളം അടിക്കുക. വെള്ളമടിയും ഒരുമാതിരി വൃത്തിയായിട്ട രീതിയിലുള്ള വെള്ളമടി. അതല്ല, ഈ 2K കിഡ്സ് ഒക്കെ ആരും അറിയാണ്ടൊക്കെ ചെയ്യാൻ ശ്രമിക്കാറുള്ളൂ. ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ അറ്റ്ലീസ്റ്റ് വേസ്റ്റ് അവര് വണ്ടിയിൽ കീപ്പ് ചെയ്തിട്ട് വേറെ എവിടെയും ഡ്രോപ്പ് ചെയ്താൽ മതിയായിരുന്നു. പോണ ബാക്കി വരുന്ന ഒരു മെയിൻ റോഡ് ആണല്ലോ. അതിന് ബാക്കിൽ വണ്ടി വരുന്നു, ഒരു കുപ്പിയൊക്കെ ഇങ്ങനെ എറിയാമോ, വേസ്റ്റ് ഇങ്ങനെ എറിയാമോ, അത് ചുമ്മാ എറിയും. അല്ല, ഇതൊരു റോഡ് അവരുടെ തറവാടെന്നുള്ള രീതിയിലാണ് ആ വണ്ടി ഇറങ്ങിയാലും അവരുടെ പ്രകടനം ഒക്കെ അത് ഭയങ്കര മോശമായി. പിന്നെ ഇത് ഫസ്റ്റ് ഇവന്റ് അല്ല, എനിക്ക് കുറച്ച് മുമ്പിലോട്ട് പോയപ്പോഴത്തേക്കും വേറൊരു രജിസ്ട്രേഷൻ വണ്ടി ഉണ്ടായിരുന്നു. ശ്രീകാന്താണെങ്കിൽ പറഞ്ഞു, ദേവന്മാർ എന്തിനാ ഇങ്ങനെ എറിയുന്നത്, ഓരോന്നായിട്ട് ചുമ്മാ കുപ്പി എറിയ പക്ഷേ ആ വണ്ടിന്ന് വെച്ചാൽ എല്ലാം കൂടെ ഒരുമിച്ച് ഒരു എറിയും. അപ്പൊ ശ്രീകാന്ത് അവരിച്ചിരി ഭേദമാണെന്ന് തോന്നുന്നു. ശ്രീകാന്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭയങ്കര ഇങ്ങനത്തെ ഇതില് അവന് പ്രതികരിക്കാൻ ഇങ്ങനെ രക്തം തിളക്കി
പക്ഷെ എനിക്ക് ഗ്ലാസ് തുറക്കുമ്പോ അതങ്ങ് തണുക്കും. കാറിന്റെ അകത്തിരുന്ന് ഭയങ്കര പ്രതികരണമാണ്. ഇങ്ങനെ പള്ളൊക്കെ വിളിച്ചിട്ട് അത് ഇതങ്ങ് തുടങ്ങും. നമുക്ക് ഇത് താക്കുമ്പോഴത്തേക്കും പിന്നെ ഉല്ലാസിന്റെ അടുത്ത് പറയും, എന്റെ അടുത്ത് പറയാം, നീ പോയി പറ, നിനക്കാണ് ഇതിന്റെ കുറവ്, നീ പോയി. അല്ല ഇങ്ങനെ ഉല്ലാസിന്റെ അടുത്ത് നീ പ്രതികരിക്കടാ, നീ പ്രതികരിക്കും. സോഷ്യൽ ആൻസൈറ്റി ദുരുപയോഗം ചെയ്യുന്ന മാറ്റണമെന്ന് പറഞ്ഞ് എന്റെ അടുത്ത് പറയാൻ പറയും. ഉല്ലാസ് മെനിയാന്ന് രാത്രി അവൻ പറഞ്ഞു, കണ്ണാടി നോക്കി അവൻ പറഞ്ഞു, പ്രതികരിച്ചു. എല്ലാ ദിവസവും പ്രതികരിക്കുന്നുണ്ട്. ചിലപ്പോ നമ്മളെ പറ്റിയായിരിക്കും, ബാക്കിയുള്ളവരെ പറ്റിയായിരിക്കും. പിന്നെ 2K കിഡ്സും അതിൽ മോശമൊന്നുമല്ല ഈ പബ്ലിക് ന്യൂസൻസിന്റെ കാര്യത്തില്. അവര് കുറച്ചും അത് മാറ്റിമറിച്ച് നമ്മള് കുറച്ചുകൂടെ നമ്മള് കുട്ടിക്കാലത്ത് എത്തിയപ്പോഴായിരുന്നു. നമ്മള് ഹിൽ സ്റ്റേഷനിലൊക്കെ പോയി, ഹിൽ സ്റ്റേഷനിൽ പോകുമ്പോ ആൾക്കാർ സമാധാനമല്ലേ, ഒരു കാറ്റും സമാധാനം, കിളികളുടെ കിളുകലാരവും കളക്കളാരവും അത് കേൾക്കാൻ പറ്റൂല ഗൈസ്. ഈ 2K കിഡ്സ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റേ ഇവർക്കൊരു വലിയൊരു പാർട്ടി ബോക്സ് തലേ ചുമന്നുകൊണ്ട് വരും ഒരു കൂട്ടം കുട്ടികൾ. അല്ല, അത് വേറെ ഇവന്റ് ആയിരുന്നു, മറ്റേ വണ്ടിയായിരുന്നു ആദ്യം, മറ്റേ ടൂറിസ്റ്റ് വണ്ടിയിൽ ഇങ്ങനെ ഇട്ടിട്ട് അവര് ഡാൻസ് കളിക്കാം. അതും ഭയങ്കര ഒച്ചത്തില്, ചെറിയ ഒച്ചത്തിൽ ഡാൻസ് കളിച്ചാൽ. ഇത് ആദ്യത്തെ ഇവന്റ് ഒന്നുമല്ല, നമ്മള് ഏതൊക്കെ മലകളിൽ പോയിട്ടുണ്ടോ അവിടെ എല്ലാം ഈ ഒരു സംഭവം അത് ഇപ്പോഴത്തെ ട്രെൻഡാണ്. പാർട്ടി ബോക്സിലൊക്കെ ഒരു പാർട്ടി ബോക്സ് എടുത്തുകൊണ്ട് പോവുക, എന്നിട്ട് അവിടെ കൊണ്ടുപോയിക്കുക, എന്നിട്ട് അവരിരുന്ന് ചില്ല ചെയ്യുക, വേറെ ആരും നല്ല സ്പീക്കറാണ്. ഏതായാലും നല്ല ബ്രാൻഡാണ്, നല്ല ശബ്ദം. ഈ മുകളിലായതുകൊണ്ട് എല്ലാം ഇങ്ങനെ എക്കോ അടിച്ച് കേൾക്കുന്നുണ്ട്. അവർക്ക് ഡാൻസ് കളിക്കണം, അതിനുവേണ്ടി ഒരു ഹിൽ സ്റ്റേഷനിൽ വന്നിട്ട് ബാക്കിയുള്ളവര് അവിടെ നിക്കണേന്ന് അവർക്ക് കുഴപ്പമില്ല. അവർക്ക് ജസ്റ്റ് ഇങ്ങനെ ഡാൻസ് കളിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം നമ്മളും കളിച്ചു. പക്ഷെ പിന്നെ നമുക്ക് ഇവിടെ പൈൻ ഫോറസ്റ്റിൽ പോയപ്പോഴും ഈ ഒരു സംഭവം, പൈൻ ഫോറസ്റ്റിൽ ആ ഒരു ഇവന്റ് ആക്ച്വലി നമ്മൾ പ്രതീക്ഷിച്ചു ഇങ്ങനെയൊക്കെ നടക്കാൻ പറ്റും. മറ്റു വലിയ പാർട്ടി ബോക്സ്, ഒരാളുടെ പൊക്കമല്ല, ഒരു അരപ്പൊക്കം, ഒരാളുടെ അരപ്പൊക്കം. അതും എടുത്തോണ്ട് ഇങ്ങനെ ഡാൻസ് കളിച്ച് ഇവരിങ്ങനെ പോവാണ്. പക്ഷെ അവര് മറ്റേ സെക്യൂരിറ്റിയുടെ അടുത്ത് എത്തിയപ്പോ ഓഫ് ചെയ്ത് അല്ലെ. ഇതും ചെയ് വാഗമണ്, പൈൻ വാലി നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ഭയങ്കര തിരക്കാണ്, ഭയങ്കര കുറവ്. വീഡിയോയിൽ നിങ്ങൾ കണ്ടു. അതെ, ഇതൊരു മറ്റേ സാധാ ഹിൽ സ്റ്റേഷൻ പോലെ ഒന്നുമല്ല, ഭയങ്കര ക്രൗഡ്. അപ്പൊ ആ ക്രൗഡിന്റെ ഇടയിൽ കൂടെ ഇവര് ഒരു ഇതും പാർട്ടി ബോക്സ്. എനിക്ക് തോന്നുന്നു ഒരു ഹൈലൈറ്റ് അതാണെന്ന് തോന്നുന്നു അല്ലേ, പൈൻ ഫോറസ്റ്റ്. അപ്പൊ അവരിങ്ങനെ ഒരു ക്രൗഡിൽ ഈ സാധനം വെച്ചോണ്ട് ഇങ്ങനെ പോകും. ബോലോ താരാര വന്നപ്പോ നമ്മള് ബോലോ താരാര നല്ല വൈബ് ഉണ്ടായിരുന്നു. പാട്ട് മാറ്റിയത് നമുക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇടയ്ക്ക് ഒരു മറ്റേ ഗുഴലൂതി അതൊരു വല്ലാത്തൊരു വോയിസിലുണ്ടല്ലോ, മറ്റേ ഭീമന്റെ ഇങ്ങനെ കളിക്കണ ആ വോയിസിലുള്ള സാധനം. അത് വന്നപ്പോൾ അത് അത്ര ഇഷ്ടപ്പെട്ടു. ബോലോ താരാര കുഴപ്പമില്ല, പിന്നെ അതിനുശേഷം അവര് ഇത് ഭയങ്കര ഒരു ക്രൗഡിന്റെ ഇടയിലാണ് ഈ സാധനവും കൊണ്ടുപോകുന്നത്. ഭയങ്കര ഒരു ക്രൗഡിന്റെ ഇടയിൽ എന്ന് വെച്ചാൽ ഇങ്ങനെ മറ്റേ ഒരു ചെറിയൊരു വഴിയാണ്. അതെന്ന് വെച്ചാൽ ഇപ്പോഴേ അതിൽ എനിക്ക് മിക്സഡ് ആണ്. അത് ഇത് 2K മാത്രമല്ല, അവരൊക്കെ ഒരു ഗ്രാമ റീജിയനിലുള്ള ഒരു വൈബാണ് അവർ. എനിക്ക് റെസിഡൻസ് അസോസിയേഷൻ അങ്ങനെ അതിന്റെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു, ആ ഒരു ഇത്തിരി പ്രായമുള്ള ആളാണ്. അങ്ങേരാണ് ഇവരുടെ മെയിൻ ആണ്, ഇങ്ങനെ പറയും, അറേഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ട്രെൻഡാണ്, ഇത് ട്രെൻഡ് ആയിരിക്കും ചിലപ്പോ. റീലിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ചിലപ്പം അത് കണ്ടിട്ടൊക്കെ ചെയ്യേണ്ടതായിരിക്കും. വൈബിങ് അല്ലാതിപ്പം അവര് വീഡിയോ എടുക്കുന്നുണ്ട് ആൾക്കാര്, മറ്റേ അവിടുത്തെ സംഭവം ചിലപ്പോ ട്രെൻഡ് ആയിരിക്കും. ആ കൂട്ടത്തില് നല്ല രസമാണ്, ആ കൂട്ടത്തില് നമ്മളുമായിരുന്നെങ്കിൽ നമുക്ക് നമ്മളും ചെയ്തേനെ. അതെ, പക്ഷെ പുറത്ത് നിൽക്കുമ്പോ അത് ചില സമയത്ത് കുറച്ച് അരോചകമാണിത്. പിന്നെ ഇച്ചിരി വഴിയൊക്കെ ഇച്ചിരി ബ്ലോക്ക് ആയി കുറച്ച്. അവരാ ഫ്രണ്ട് ഇച്ചിരി സ്ലോയിലല്ലേ ഈ പാട്ടൊക്കെ ഡാൻസ് ചെയ്യും, കുറച്ച് തിരക്ക്, അങ്ങനെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല ഈ സാധനം കൊണ്ട് മറ്റേ ഈ പൈൻ ഫോറസ്റ്റിന്റെ അകത്തൊക്കെ കയറി കഴിഞ്ഞാൽ ഈ പക്ഷി മൊത്തത്തിൽ ഒരു പ്രശ്നം ആവൂലേ, എൻവയോൺമെന്റ് ഒരു പ്രശ്നം. അവിടെ ആദ്യം തന്നെ ബോർഡിൽ ഇങ്ങനെ കുറെ പക്ഷികളുടെ ഫോട്ടോസ് ഒക്കെ വെച്ചിട്ട് ഇതൊക്കെ അവിടെ ഉള്ളതാണ്. അപ്പം അവിടെ ഇതൊക്കെ കൊണ്ട് ഇത്രയും വെള്ളത്തിലിട്ട പ്രശ്നമാവും തോന്നുന്നു. അല്ല, അത് മറ്റേ ഫോറസ്റ്റിന്റെ അവര് അത് അവിടെ എത്തിയപ്പോ തന്നെ ഓഫ് ചെയ്യിപ്പിച്ച്, പിന്നെ അകത്തിട്ടില്ല അവര്. പിന്നെ നമുക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഈ അവിടുത്തെ ഈ വേസ്റ്റ് ഇതുണ്ടല്ലോ, മറ്റേ നമ്മള് പരുന്തുംപാറ പോയപ്പോ അവിടെ ഭയങ്കര പരുന്തുംപാറയും എന്ന് പറഞ്ഞാൽ അത് കേറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫുൾ
രാത്രി വരെ അവിടെ ഇരിക്കാം. നമ്മള് റെസ്ട്രിക്ഷൻസ് ഒന്നും പുറത്തൊന്നും. അത് കൊള്ളാം, അത് കൊള്ളാം. ഓണാണ്. രാത്രിയിൽ ഓണാണ്. പക്ഷെ അവിടെ ഈ ഇതുണ്ട്, ഈ വേസ്റ്റ് ഒക്കെ നല്ലൊരു സ്ഥലമാണ്, നല്ല സ്ഥലം. അങ്ങനത്തെ ഒരു സ്ഥലം എനിക്ക് തോന്നുന്നു അവിടെ മാത്രമേ ഉള്ളൂ. വേറെ ഏരിയയിലൊന്നും അങ്ങനെ ഒരു സ്ഥലം അങ്ങനെയൊന്നും ഇല്ല. അപ്പൊ അത് അവിടെ ഇത്രയും ഈ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ഇതൊക്കെ കൊണ്ടിടുമ്പോ അത് മോശമാണ്. ചുമ്മാ വേസ്റ്റ് കുപ്പികളൊക്കെ വലിച്ച അതിനൊന്നും ഒരു സാധനമൊന്നുമില്ല. അല്ലെങ്കിൽ അതിനെന്തെങ്കിലും വെക്കണമായിരുന്നു, അല്ലാതെ വേസ്റ്റ് ഇടാൻ അങ്ങനെ എന്തെങ്കിലും വെച്ചിരുന്ന കുറച്ചുകൂടെ നല്ലതായിരുന്നു. പിന്നെ നമ്മളൊരു ബാഗ് അവിടെ കിടക്കണുണ്ട്, ഒരു മലയുടെ മുകളിൽ നോക്കിയപ്പോ ഒരു ബാഗ് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോഴത്തേക്ക് എല്ലാരും ഓരോ ഡൗട്ടുകൾ നമ്മൾ മനസ്സിൽ വന്നല്ലേ, ബോംബാണോ, ഒരാൾ ബോംബായിരിക്കും, ഇനി വേറെ എന്തെങ്കിലും ആരെങ്കിലും എന്തോ 10 കോടി പൈസ ആയിരിക്കും എന്ന് തോന്നുന്നു. അരുണ് പറഞ്ഞ ആരുടെയെങ്കിലും തലയായിരിക്കും. അരുൺ അങ്ങനെയാണ് പറഞ്ഞത്. നമ്മൾ ആരെയും അല്ലെങ്കിൽ ഇത് എവിടെയെങ്കിലും കൊണ്ടുപോയി കൊടുക്കാന്ന് പറഞ്ഞപ്പോ അരുൺ പറഞ്ഞ ആരുടെയും തലയാണെങ്കിലും. അല്ല, പൊതുവെ സിനിമകളിൽ ഒഴിഞ്ഞത് ബാഗ് തലയും ബോംബും മാത്രമേ ഉള്ളൂ. അതാണ്, ഒരു മുട്ടക്കൊന്നിന്റെ മുകളിൽ ഒരു ബാഗ് സെൻട്രലായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. നമ്മള് വന്നപ്പോ തൊട്ടേ അത് അവിടെ ഇരിക്കുകയാണ്. പോയപ്പോ കുറെ സമയം കഴിഞ്ഞിട്ട് നമ്മൾ പോയി, അപ്പോഴും അത് അവിടെ ഇരിപ്പുണ്ട്. നമ്മളെനിക്ക് ആ ബാഗ് കണ്ടപ്പോഴാണ് നമ്മൾ ആ മലയിൽ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ചെന്ന് തോന്നുന്നു. അത് ഒറ്റയ്ക്ക് ഇരിക്കുന്ന കണ്ടപ്പോ ഇറങ്ങാതെ വിചാരിച്ചു, പേടിച്ചിട്ടല്ല, ഇരുട്ടിയോണ്ടാ. പിന്നെ ഇരുട്ടിയപ്പോഴത്തെ കോടയൊക്കെ വന്ന് രസമുണ്ട് അല്ലേ, അപ്പുറത്ത് എന്താണെന്ന് അറിയാനൊന്നും പറ്റില്ല. പിന്നെ ഈ പട്ടം പറത്തണത് അതൊരു ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ഇത്രയും പ്രായമായിട്ടും പട്ടം ഞാൻ ഇല്ല കണ്ടിട്ടേ ഉള്ളൂ. അല്ല, ഞാൻ പറത്തിയിട്ടുണ്ട്, ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്, പറഞ്ഞില്ല. പക്ഷെ നമ്മുടെ ഏരിയയിലൊന്നും അത് പറക്കൂല, അത് മനസ്സിലായി. അവിടെ നിന്ന് പറത്തിയപ്പോ നമുക്ക് മനസ്സിലായി. നമ്മൾ ആ ചേട്ടനാണ് അത് എടുക്കാൻ സജസ്റ്റ് ചെയ്തത് അല്ലേടാ. പ്ലാസ്റ്റിക് അത് കൊള്ളാം കേട്ടാ, ഇത് നമുക്ക് മടക്കി എവിടെ വേണോ കൊണ്ടുപോവാം, കുട പോലെ പാക്ക് ചെയ്ത് കൊണ്ടുപോവാം. റെഡിമെയ്ഡ് നമ്മൾ 2 പട്ടം വാങ്ങിച്ചത്, നമ്മൾ 2 പട്ടം എടുത്ത് വെച്ചിട്ടുണ്ട്, റെഡിമെയ്ഡ് വെച്ചിട്ടുണ്ട്. ഇവിടെ എവിടെയെങ്കിലും പറത്തി വെക്കാം. ബീച്ചിലോ ബർത്തിയാലായിരിക്കും നല്ലതായിരിക്കും, എഫക്റ്റീവ് ആവുന്നത്. പിന്നെ അതിന്റെ കുറെ ഫണ്ണുകളും ഉണ്ടായിരുന്നല്ലേ. പക്ഷെ ആ പട്ടം പറത്തണ ഒരു ഇതാ തന്നെ, ഒരു രസം തന്നെ. വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ഒരു എൻജോയ്മെന്റും. നല്ല രസമുള്ള ഇവന്റ് ആണ് ആ സാധനം, രസമുണ്ട്. പക്ഷെ കാറ്റ് വേണം, കൊറേ കഷ്ടപ്പെടും. പക്ഷെ കഷ്ടപ്പാടാണ് കേട്ടോ പട്ടം പറത്തണത്. അത് കാറ്റില്ലാത്തോണ്ടാണ് കഷ്ടപ്പെട്ടത്. കാറ്റുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്ഥലത്ത് തന്നെ നിന്നത്. നമുക്കൊരു ബീച്ചിൽ ട്രൈ ചെയ്യണം, ബീച്ചിൽ ട്രൈ ചെയ്ത് നോക്കാം. നല്ല പൊങ്ങി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, കാറ്റങ്ങ് കിട്ടിക്കോളും. അതിൽ വിനുവിനാണ് ഫസ്റ്റ് പ്രൈസ് അടിച്ചത് ഗൈസ്. ഒരു കാറ്റ് ഇച്ചിരി വിനുവിനെ കുറച്ച് പോയി, കാറ്റ് നമ്മൾ അനുകൂലിച്ചില്ല. ദാസൻ പുതിയ ട്രിക്ക് എടുത്തു, ഉറി കറക്കോട് കറക്കായിരുന്നു പട്ടം എടുത്തിട്ട്. ഉറിയാണ്. നല്ല രസമായിരുന്നു, അത് നല്ല ഉണ്ടായിരുന്നു. പിന്നെ മറ്റേ ചേച്ചി അവിടെ ഉള്ള ഒരു നമ്മുടെ ചായ കുടിക്കാൻ ഒരു കടയൊക്കെ ചായ കുടിക്കാൻ കിടക്കിയത് അവിടെ ഒരു ചേച്ചി. നമ്മളൊന്ന് ക്ഷീണിച്ചപ്പോ ചായ കുടിക്കാൻ ഇറങ്ങിയല്ല, നമ്മൾ മൊത്തത്തിൽ ഒന്ന് ഇറങ്ങിയിട്ട് ചായ കുടിക്കാം, ഒരു ലൈമും കുടിക്കാന്നൊക്കെ പറഞ്ഞ് കയറിയപ്പോഴത്തേക്കും ചേച്ചി ഭയങ്കര മക്കളെ എന്നാണ് വിളിച്ച് ആദ്യമേ ദാസനാണ്ടോ പോയി ഡീൽ ചെയ്തതെല്ലാം. അത് എന്ന് പറഞ്ഞാൽ ആദ്യം പുള്ളി ചേച്ചി എനിക്ക് കസ്റ്റമേഴ്സിനെ ഭയങ്കര പ്ലീസിങ് ആണ്. അപ്പൊ അവരിങ്ങനെ ആദ്യമേ മക്കളെ എന്ത് വേണം ഇത് വേണം എന്ന്, പിന്നെ ദാസനാണ് പിന്നെ ചെന്നിട്ട് പറഞ്ഞത് ഇങ്ങനെ ചായ 2 ചായ 3 ചായ ഇങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ ദാസൻ എപ്പോ കണ്ടാലും ദാസ് തിരിഞ്ഞു നോക്കിയാലും മോനെ മക്കളെ എങ്ങനെ ഇത് മക്കളെ 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 ഏകദേശം ഒരു 150 മക്കളെ. ദാസൻ ഇപ്പൊ എന്തെങ്കിലും ഇങ്ങനെ മാ എന്ന് പറയുമ്പോ എന്ത് പറ്റി മക്കളെ മക്കളെ എന്നുവെച്ചാൽ അതൊരു തമിഴും കൂടെ ഒരു ചേർന്ന ഒരു മക്കളെ. നമ്മളെ ഒരു നല്ല രസമാണ് അത് കേൾക്കുമ്പോ ഒരു പാസം. കാരണം അവര് പിന്നെ ഞാൻ ഇതൊരു മാർക്കറ്റിംഗ് ആയിട്ട് മറ്റേ അതല്ല, മൊത്തത്തിൽ അവര് ഒരു ടേം ആയിട്ട് യൂസ് ചെയ്യണ മക്കളെ. എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോ ഒരു ചേട്ടൻ വന്നു, പ്രായമുള്ള ചേട്ടൻ, അവര് മക്കളെ ഇങ്ങനെ ഒരു താടിയൊക്കെ നടിച്ച ഒരു പ്രായമുള്ളവരാണ്. അല്ല മക്കളെ, അപ്പൊ അങ്ങനെ ചോദിക്കണേ മക്കളാ, ഇങ്ങനെ അന്തമായിട്ട് മക്കളെ. പുള്ളിക്കാരി ഇത്തിരി പ്രായം കുറവാണ്, അപ്പോഴും മക്കളെ ഒരു 5ാമത്തെ മക്കളെ കഴിഞ്ഞപ്പോഴേ ദാസന്റെ കണ്ണൊക്കെ മക്കളെ എന്റെ വീട്ടിൽ പോലും കേട്ടിട്ടില്ല. പക്ഷെ ആ മക്കളെ വിളിക്കുമ്പോ ഒരു ഇതുണ്ടായിരുന്നു, സുഖം ഉണ്ടായിരുന്നു. 5 കടി കൂടുതൽ ഒരു ആദ്യത്തെ ഒരു ഇതായിരുന്നു. ഇത്രയും മക്കള് ജീവിതത്തിൽ അവരെല്ലാരും മക്കളെ എന്നാണ് വിളിക്കുന്നത്. അത് നല്ലൊരു എക്സ്പീരിയൻസ്.
പിന്നെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയപ്പോഴാണെന്ന് തോന്നുന്നത്. അതെ അതെ അതെ, ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ ഫുഡ് കഴിക്കാൻ ഈ ഗൈസ് ഈ ഇത് വെജിറ്റേറിയനെ കൊണ്ട് ഭയങ്കര പ്രശ്നമാണ്. ഭയങ്കര പ്രശ്നമല്ല, പക്ഷെ ഉല്ലാസിനാണ് ആ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടിയത്. എന്ന് വെച്ചാൽ നമ്മള് ഫുഡ് കഴിക്കാൻ കയറി ഇരുന്നിട്ട് ഓർഡറൊക്കെ വലിയ കാര്യത്തിൽ എടുത്തോണ്ട് പോയി. ഇവര് നിങ്ങളെന്ത് പറഞ്ഞത്? നമ്മള് വിശന്ന് കുടല് കരിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോഴും നമ്മള് വലിയ മാക്കുവാക്കാനെ തിന്നാന്ന് പറഞ്ഞപ്പോ ബിരിയാണി ഓർഡർ ചെയ്ത്. അപ്പൊ അത് ഹാഫ് ബിരിയാണിയേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് ആദ്യം 3 പേരാണ്, ഞാനും കൂടെ ഉണ്ടായിരുന്നു ബിരിയാണിക്ക്. ഹാഫ് ബിരിയാണി എന്ന് പറഞ്ഞപ്പോഴേ അപ്പൊ ഞാൻ അവരുടെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, 2 ഹാഫ് കൂടെ ചേർത്ത് ഒരു ഫുൾ ആയിട്ട് തന്നുകൂടെ എന്ന് വെച്ച്. അത് പക്ഷേ ഇല്ല, അല്ല ഹാഫേ ഉള്ളൂ. അങ്ങനെ ദാസന് ഞാനും കൂടെ, അത് നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നുള്ളൂ. 100 രൂപയേ ഉള്ളായിരുന്നു. വിനിച്ചേട്ടനും ശ്രീകാന്തേട്ടനും എന്തോ വെറൈറ്റി പിടിച്ചു, ആഫ്രിക്കൻ ഫുഡ് എന്തോ തമ്പാ റൈസ് അങ്ങനെ എന്തോ, ടിംബ റൈസ് അങ്ങനെ എന്തോ, ചമ്പാവല്ല എന്ത് പറഞ്ഞാലും ഫ്രൈഡ് റൈസ് തന്നെ. ഫ്രൈഡ് റൈസ് ആണ്. ഞാൻ വെറൈറ്റിക്ക് വേണ്ടി ബർഗർ പറഞ്ഞു. ബർഗർ പിന്നെ ശ്രീകാന്തേട്ടൻ പറഞ്ഞു എന്തോ ഒരു കുൽച്ച, അത് അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞു. അതുകൂടെ പറയുന്നു പറഞ്ഞു. പനീർ കുൽച്ച ആയിരിക്കും. ഇല്ല, വേറെന്തോ നോർത്ത് ഇന്ത്യ ഉള്ള എന്തോ. നമുക്ക് ആക്ച്വലി എന്താണെന്ന് അറിഞ്ഞൂടാ. നമ്മളെന്ന് വെച്ചാൽ 2 സിംഗിളോ ഇത് പറഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും പറയാലോ. ഇത് അവിടുത്തെ സ്റ്റാഫുകളെല്ലാം ഈ നോർത്ത് ഈസ്റ്റ് പോലത്തെ ആൾക്കാരാണ്. മലയാളികൾ ആരും ഇല്ലേ, അത് മറ്റേ ബില്ലില് മാത്രം ഉണ്ടായിരുന്നു ഒരു മലയാളി. നമ്മൾ കഷ്ടപ്പെട്ട് ഓർഡർ കൊടുത്തു കഴിഞ്ഞ് ഇവരെ ബിരിയാണിയും വന്ന് ബാക്കി എല്ലാ സാധനവും വന്നു, എന്റേത് മാത്രം വന്നില്ല. അങ്ങനെ ഇവര് ബിരിയാണിയൊക്കെ കഴിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു സാധനം? സാധനം കുഴപ്പമില്ല, നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലായിരുന്നു. ഒരു ചെറിയൊരു പീസ് അത് അങ്ങോട്ട്. പിന്നെ ഹാഫിൽ ഒരു ചെറിയ പീസ് കൂടെ പറയാൻ നല്ല വിഷമായി പോകും നമുക്ക്. പക്ഷെ പ്ലാൻ ഉണ്ടായിരുന്നു, അതിന്റെ പേരും പറഞ്ഞ് അടുത്ത റൗണ്ട് മേടിക്കാന്ന് വെച്ചാൽ. ഇവര് അതിന് പകരം ചിക്കൻ ഫ്രൈ പറഞ്ഞു. അപ്പൊ അവര് ഫ്രൈഡ് ചിക്കൻ തരാം, ക്രിസ്പി ചിക്കൻ. അപ്പൊ നമ്മള് വിചാരിച്ച ഇനിയിപ്പോ അവരെ ലാംഗ്വേജിൽ അങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞു. ഓക്കെ ആയിക്കോട്ടെ. പക്ഷെ വന്നപ്പോ KFC ചിക്കൻ നമ്മള് ബിരിയാണിയോടെ കഴിക്കാന്ന് പറഞ്ഞ് പിച്ച് കഴിക്കാന്ന് പറഞ്ഞ മേടിച്ചു. പക്ഷെ വന്നപ്പോ തേൻ ചോദിക്കാം ഫ്ലോപ്പ്. ബർഗർ വന്നപ്പോഴത്തേക്ക് അവന്റെ ഒരു വലിയ ബർഗർ കണ്ടറിയാൻ നല്ലതാണ്. നല്ല പ്രസന്റേഷൻ, നല്ല രസമുണ്ട്. 1 കിലോ ഉള്ളിയും പിന്നെ തക്കാളി നല്ല ലുക്കായിരുന്നു. അതിലാണ് എനിക്ക് ബർഗറിന്റെ കാര്യത്തിൽ ഇത്തിരി വിഷമായി പോയത്. അപ്പൊ അകത്തുനിന്ന് എല്ലാം ഊരി കളഞ്ഞു, തക്കാളി കളഞ്ഞ്, ബർഗറിന്റെ സൗന്ദര്യം എല്ലാം കളഞ്ഞ് വൃത്തിയേടാക്കി. പിന്നെ എനിക്ക് ആ സവാളക്ക് തന്നെ എന്ത് വില ഉണ്ടെന്ന് അറിയാം. ഇതിനെക്കാട്ടി എനിക്ക് സവാള പച്ചക്ക് വാങ്ങിച്ചു തിന്നാ പോയി. എന്നിട്ട് ഞാൻ ഇങ്ങനെ സവാള ഊരുന്ന കൂട്ടത്തിൽ ആ പാറ്റി നോക്കിയപ്പോ പനീറിന്റെ ഒരു ലുക്കില്ല. അങ്ങനെ കുറച്ച് പിച്ചെടുത്തിട്ട് വിനിച്ചേട്ടനെ കൊടുത്തു, ഇതെന്താണെന്ന് ചെക്ക് ചെയ്യോ. അങ്ങനെ വിനിച്ചേട്ടൻ നിന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഇത് എന്തായാലും എനിക്ക് ഉറപ്പായി നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ. പിന്നെ നമ്മളാണ് വിശന്നിരിക്കുകയാണ്, ഈ ഞാനും ഇവനും വിശന്നിരിക്കുകയാണ്. ആ ബർഗറും കൂടെ കിട്ടി എന്ന് വെച്ചാൽ ഫ്രൈഡ് മറ്റേ നമ്മുടെ മനസ്സിൽ ഇത് പോയി എന്ന് വെച്ചാൽ നമ്മള് ലഡു പൊട്ടി. ഇപ്പൊ ഇവ ഈ കുൽച്ചയും ഇതൊക്കെ കഴിച്ചപ്പോ ഇവന് ഫുള്ളായി. അപ്പൊ ഇവ ഇങ്ങനെ പറയും, ബർഗർ എങ്ങനെ തിന്നും, പനീർ ബർഗർ ഓർഡറും ചെയ്തു പോയി തിന്നുമല്ലോ, ഞാൻ ഫുള്ളായി. അപ്പോഴും ഞാൻ വിചാരിച്ചു പനീർ ബർഗർ എങ്ങനെ തിന്നണം, പനീർ ഒരു ടേസ്റ്റ് ഇല്ലാത്തതാണ്. അപ്പോഴും നമ്മൾ രണ്ടുപേരും ക്രിസ്പി ചിക്കനും കൂടെ വാങ്ങി, അത് ഫ്രൈഡ് ചിക്കൻ ആണെന്ന് അറിഞ്ഞൂടെ. അപ്പോഴും നമ്മള് ഇതില് ഇനി ഒരു ബർഗർ ഉണ്ടെങ്കിൽ നമുക്ക് 2 പേർക്കും കൂടെ കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വിശപ്പ് ചോദിക്കും. അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ചിക്കൻ ആണല്ലോ എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പോഴേ അത് കഴിഞ്ഞപ്പോ ഞാൻ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു. അപ്പോഴും ഞാൻ ഇങ്ങനെ ഒറ്റക്കടി അടിച്ചപ്പോ ഒരു കടി അടിച്ചു. അപ്പോഴും ഈ പാറ്റി വന്നില്ല, ബണ്ണ് മാത്രം. എന്നിട്ട് നിനക്ക് അപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് കിട്ടിയില്ല. ശ്രീകാന്ത് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്യാനായിട്ട് കൊടുത്തതാണ്. എന്നാലും ഇവർക്ക് സംശയം ഉണ്ടായിരുന്നു, ഈ ഇത് ചിക്കൻ ആണോ. ശ്രീകാന്തിന് പ്രത്യേകിച്ച് ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഇത് ചിക്കൻ എന്ന് വെച്ചാൽ പനീർ പറഞ്ഞിട്ട് ചിക്കൻ വരൂല്ലല്ലോ. നോൺ വെജും അത് ഭയങ്കര ഇഷ്യൂ ആണല്ലോ, എല്ലായിടത്തും ഭയങ്കര ഇഷ്യൂ ആണ്. അല്ല ശ്രീകാന്തിന് അത് ഭയങ്കര ഇഷ്യൂ. ശ്രീകാന്തേട്ടൻ പാറ്റി എടുത്ത് കഴിച്ചിട്ട് പറഞ്ഞു ഉറപ്പിച്ച് ചിക്കൻ തന്നെ വേണമെങ്കിൽ അവിടെ അടുത്ത് ചോദിക്കാന്ന് പറഞ്ഞു. പക്ഷെ അതിനിടയ്ക്ക് ഞാനൊരു കടി പ്രതീക്ഷിച്ചു. പക്ഷേ ശ്രീകാന്തേട്ടൻ കയ്യിൽ വെച്ചിട്ട് തന്നെ അവിടെ ഇരുന്ന് അവരെ വിളിച്ചു, ഇങ്ങനെ
അല്ല അതെന്ന് വെച്ചാല് ശ്രീകാന്തിന്റെ ഒരു ഇതിൽ പറയുന്ന വെച്ചാൽ അവൻ കംപ്ലൈന്റ് നമ്മൾ രേഖപ്പെടുത്തണമല്ലോ. ശിവകുമാർ രണ്ടുപേരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാല് കംപ്ലൈന്റ് രേഖപ്പെടുത്തിയിട്ട് അല്ല എന്റെ ഉദ്ദേശം കംപ്ലൈന്റ് രേഖപ്പെടുത്തണം, അതിന് മുന്നേ ഇതും കൂടെ കഴിക്കണം. കഴിച്ചിട്ട് പാറ്റിയുടെ അല്പം അല്ലെങ്കിൽ പകുതിയെങ്കിലും കഴിച്ചിട്ട് കുറച്ച് കൊടുക്കണം, അത് കുഴപ്പമില്ല. അത് ഫ്രീ ആയിട്ട് ഒരു ബർഗറും കൂടെ കിട്ടല്ലേ. ആ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇവൻ പിടിച്ച് എനിക്ക് ഒരു ഇത് കഴിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോഴും അതിന് മുന്നേ ശ്രീകാന്ത് അപ്പൊ തന്നെ എന്നിട്ട് ഇതെന്താണ്, ഇത് പനീറാണെന്ന് ചോദിച്ചു. പനീറാണെന്ന് പറഞ്ഞു. കണ്ടിട്ടും പനീർ എന്ന് തന്നെ പറഞ്ഞു, അത് എനിക്ക് മനസ്സിലായില്ല. അപ്പൊ തർക്കിച്ച് ഇത് അതല്ല എന്ന് പറഞ്ഞപ്പം പുള്ളിക്കാരൻ എങ്കിൽ പിന്നെ ഇത് ഞാൻ ഷെഫിന്റെ അടുത്ത് പോയി ചെക്ക് ചെയ്യാന്ന് പറഞ്ഞ് മൊത്തത്തിൽ വാങ്ങിച്ചോണ്ട് പോയി. അപ്പോഴത്തേക്കും ദാസ ചേട്ടനും അടിച്ചു ചേട്ടനും ഒരു ബൈറ്റ് പോലെ ഒരു കടി കൂടെ ഒരു പകുതിയെങ്കിലും. പക്ഷെ അത് നല്ല ബർഗർ, നല്ല ബർഗറായിരുന്നു. ബണ്ണൊക്കെ സൂപ്പർ, പാറ്റിയും ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അവിടെ വന്നതിൽ നല്ല ഐറ്റം അതായിരുന്നു വിഷമം. അങ്ങനെ ആണെങ്കിലും അത് ചെയ്തത് റോങ് ആണ്. കാര്യം ഇതിപ്പോ നമ്മളായോണ്ടാണ് ഈ ഒരു പ്രശ്നം ഇല്ലാത്തത്. ഒരു വെജിന് പകരം നോൺ വെജ് കൊണ്ടുവന്നു എന്നുള്ളത്. പിന്നെ ഞാൻ അത് കഴിച്ചിരുന്നേ ചിലപ്പോ ഞാൻ ഇതായി പോയെ, മൂഡ് ഓഫ് ആയി പോയെ. അതിന് നിന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഒറ്റ കണ്ടപ്പോഴേ ഒരു സംശയം തോന്നി, അതാണ് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ തോന്നുന്നത്. പനീർ അത്ര നന്നായിട്ട് വരാറില്ല. പുള്ളി പിന്നീട് പനീർ കൊണ്ടുവന്നപ്പോഴേ ഇതിന് തമ്മിൽ ഭയങ്കര പിന്നെ പുള്ളിക്കാരെ ഇത് കൊണ്ടുപോയി ഷെഫിന്റെ അടുത്ത് ചോദിച്ചിട്ട് വന്ന് പറഞ്ഞു സോറി സാർ മാറിപ്പോയതാണ്. അല്ല പുള്ളി മാന്യമായിട്ട് തന്നെ തർക്കിച്ചൊന്നുമില്ല, പുള്ളി ഇങ്ങനെ. എന്നിട്ട് ഇത് മാറ്റി തരാന്ന് പറഞ്ഞിട്ട് പിന്നെ മറ്റേത് അങ്ങ് കൊണ്ടുവന്നില്ല. മറ്റേത് തിരിച്ചു വന്നേ ഇല്ല. അവർക്ക് വേണമെങ്കിൽ കോംപ്ലിമെന്ററി ആയിട്ട് സോറിക്ക് പകരം ബർഗർ തരായിരുന്നു. നമുക്കിങ്ങനെ നമ്മളിങ്ങനെ ആലോചിച്ചു, സംഭവം ശരി തന്നെ ചെയ്തത്, കംപ്ലൈന്റ് ചെയ്യണ്ടായിരുന്നു. അല്ല കംപ്ലൈന്റ് ചെയ്യണം, പക്ഷെ എനിക്ക് തോന്നുന്നു അവിടെ വെച്ച് പറയായിരുന്നു. മറ്റേ ആ രണ്ടാമത് സോറി എന്ന് പറഞ്ഞില്ലേ, അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയായിരുന്നു. അതുകൂടെ ബില്ല് ചെയ്യായിരുന്നു. അതുകൂടെ കൊണ്ടുവരാൻ ചോദിക്കായിരുന്നു. എന്തായാലും പിന്നീട് പനീർ ബർഗർ വന്നു, അത് കൊള്ളായിരുന്നു. അത് കഴിച്ച് പിന്നെ നമ്മൾ അവിടെ നിന്ന് പോയി, അവിടെ നിന്ന് ഇറങ്ങി. പോയപ്പോ ശ്രീകാന്തേട്ടൻ മറ്റേ അവിടെ ചെന്ന് പറഞ്ഞു കംപ്ലൈന്റ് മറ്റേ ബില്ലടിക്കണോ പറയണോ. നമ്മള് 150 പ്രാവശ്യം ചോദിച്ചു പറയണ്ടെന്ന് പറഞ്ഞെങ്കിലും പൗരബോധം സമ്മതിച്ചില്ല. അവൻ പറഞ്ഞു ശ്രദ്ധിക്കണം, ഇതൊക്കെ ശ്രദ്ധിക്കണം. ഇതിപ്പോ വേറെ ആരെങ്കിലും ആണെങ്കിൽ എന്ത് ഇഷ്യൂ ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞു ശ്രീകാന്ത് പറഞ്ഞു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളായോണ്ടാണ് ഇങ്ങനെ, ഇല്ല വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഡിസ്കൗണ്ടെങ്കിലും തരായിരുന്നു. അല്ല അത് ശരി, അങ്ങനെ ഇങ്ങനെ ഒന്നും പറയുന്നില്ല, ഒരു ഫീലിംഗ് സോറി അങ്ങനെ ഒന്നും നോക്കി ഇങ്ങനെ ആയിരിക്കണം ആ രീതിയിലാണ് നിന്നത്. പക്ഷെ ഇത് പുറത്തൊക്കെ ഇപ്പൊ നോർത്ത് ഇന്ത്യയിലൊക്കെ ഈ സൊമാറ്റോയില് ഫുഡ് ഡെലിവറി പോകില്ലേ, അപ്പം അവര് ഈ നോൺ വെജ് ഫുഡിന്റെ കൂടെ വെജ് ഫുഡും കൂടെ വെച്ചെന്ന് പറഞ്ഞ് അടിയുണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവിടെ ഈ അവരെങ്ങാനാണ് ഈ സംഭവം ഫേസ് ചെയ്തിരുന്നെങ്കിൽ ഭയങ്കര ഇത് സംഭവം ഇത് ചിക്കൻ കഴിച്ച ഒരാൾക്ക് കഴിച്ചു പോയി. ഇപ്പം ബർഗറിന്റെ പാറ്റി എന്നൊക്കെ ചിലപ്പോ നമ്മളിപ്പം ഞാൻ ബർഗർ കിട്ടി അതിന്റെ അകത്തൊന്നും നോക്കൂല. ഇവനാണ് ഈ അടുത്തിങ്ങനെ സഹായിച്ചത് അതാണ്. നീ ഇപ്പൊ മറ്റേ വെജ് പാറ്റി ആണ് വാങ്ങിച്ചിരുന്നെങ്കിൽ അറിയൂല. പനീർ മറ്റേ റബ്ബർ ഷീറ്റ് ഉണ്ടാക്കണതിന് മുമ്പ് കട്ട കണക്കല്ലേ ഇരിക്കണം. സോപ്പ് ഒരു വെള്ള സോപ്പ് ഡിഷ് വാഷ് ബാർ അതേപോലെ ഇരിക്കണോട് പെട്ടെന്ന് അറിയാൻ പറ്റും. ഉള്ളിയും തക്കാളിയാണ് രക്ഷിച്ചത്. വെജാണ് ഇതിനെ സേവ് ചെയ്തത്. ഇപ്പം അവൻ ചിക്കൻ ആയനെ കഴിച്ചിരുന്നെങ്കിൽ ഇപ്പം നോൺ വെജ് ആയനെ ചാൻസ് ആയിരുന്നു. അല്ല ഇതിപ്പം മറ്റേ അലർജി ഉള്ളവരാണെങ്കിലും ആ പ്രശ്നം വരാം. ഫുഡ് മാറിപ്പോ അങ്ങനെ ഒരു ഇഷ്യൂ വരാം. അത് പ്രശ്നമാണ്. എന്തായാലും അതങ്ങ് മാറി കിട്ടി. കിട്ടി. ഈ റെസ്റ്റോറന്റ് ഇവന്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ പോയി സ്റ്റേ ചെയ്തു. സ്റ്റേയില് നൈറ്റ് വൈബായി. പിന്നെ അതിനുശേഷം വൈബ് മാത്രമേ ഉള്ളൂ. അതിനുശേഷം പിന്നെ നമ്മൾ അടുത്ത ദിവസമായിരുന്നു നമ്മൾ പൈൻ വാലിയിലേക്ക് പോയത്. പക്ഷെ പൈൻ വാലിയിൽ പോയി നമ്മൾ എക്സ്പ്ലോർ നിങ്ങൾ കാണിക്കണമെന്നുണ്ടായിരുന്നു. പൈൻ ഫോറസ്റ്റ് മുഴുവൻ കാണിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ മഴ
മഴ ചതിച്ചു. അതൊരു ഒരു വല്ലാതെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സമയം നമ്മൾ കേറിയപ്പോ മഴ. കേറി നമ്മൾ ടിക്കറ്റ് എടുത്ത് കേറി ഒരു 10 സ്റ്റെപ്പ് വെച്ചപ്പോഴത്തേക്ക് ഒരു മഴ. ടിക്കറ്റ് ഒരാൾക്ക് 30 രൂപ വെച്ചായിരുന്നു, ഒരു 150. എനിക്ക് തോന്നുന്നു അതില് നമുക്ക് ഒരു 20 രൂപ പോലും ചില ലാഭം ഉണ്ടായില്ല. നമ്മൾ അകത്ത് കയറുമ്പോ ഒരു ചുമന്നൊരു അന്തരീക്ഷമാണ് മൊത്തത്തിൽ വേറെ ലോകത്ത് ലോകത്ത് കയറിയ ഒരു രസമാണ് അത്. നല്ല രസമാണ് കാണാൻ, നല്ല രസം. ഞാൻ ഒന്ന് ടോയ്ലറ്റ് മൂത്രമൊഴിച്ചിട്ട് വരാന്ന് പറഞ്ഞ് ഒന്ന് താഴോട്ട് ഇറങ്ങിയിട്ട് തിരിച്ചു വന്നപ്പോ പോണ് മഴ കാരണം അവിടെ കയറി നിൽക്കാനും സ്ഥലമില്ല. പക്ഷെ അതുകൊണ്ട് ദാസനായിരുന്നു ലാഭം. കുറച്ചെങ്കിലും കുറച്ച് ദൂരം നടന്നീ കണ്ടാൽ നീ മാത്രമേ ഉള്ളൂ. നമ്മൾ ആ ഗേറ്റ് ക്രോസ് ചെയ്തതേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ കേറി വന്നപ്പോ മഴയിൽ നിന്ന് കേറി നമ്മള് വണ്ടിയിൽ അടുത്ത് എത്തിയപ്പോഴത്തേക്ക് മഴ പോയി. അത് നല്ല മഴയായിരുന്നടാ, നല്ല ഇരുണ്ട്, വലിയ തുള്ളികളൊക്കെയാണ്. മുകളിൽ കയറിയപ്പോ ഒന്നുമില്ല. പിന്നെ തിരിച്ച് എറണാകുളത്തേക്ക് പോകാൻ വേണ്ടി പോയി. ആ പോണ വഴിക്ക് മഴ. പക്ഷെ ആ ഒരു നമ്മള് ആ ഡ്രൈവ് അടിപൊളി ഡ്രൈവാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ നമ്മള് ആ പൈൻ ഫോറസ്റ്റിൽ നിന്ന് എറണാകുളം പോണ റൂട്ട് എനിക്ക് തോന്നുന്നു പാല ഈരാറ്റുപേട്ട ആ റൂട്ടാണ്. അതുവഴി ഇറങ്ങുമ്പോൾ നല്ല സീനിക് ആയിട്ടുള്ള നല്ല രസം. മറ്റേ വളവും തിരിവുള്ള മറ്റേ കുന്നിന്റെ സൈഡിൽ കൂടെ ഉള്ള വഴിയാണ്. പക്ഷെ ചില സ്ഥലത്ത് ഒരു കറുത്ത മല, ഒരു മറ്റേ ഫുൾ പച്ച, പിന്നെ മഴ ഉണ്ടായിരുന്നു, പിന്നെ കോട. ശ്രീകാന്ത് ആണെങ്കിൽ തുടങ്ങണം പോട്ടോ, അവിടെയൊക്കെ എല്ലാം കരിഞ്ഞിരിക്കുക. പറയണം. അതെ, നമ്മളവിടെ ചെല്ലുമ്പോ നമ്മൾ ഇവിടുന്ന് പോകുന്നതിന് മുന്നേ ശ്രീകാന്ത് പ്രെഡിക്റ്റ് ചെയ്തു ഭയങ്കര ചൂടായിരിക്കും. മൊട്ടക്കുന്നാണ്, നിങ്ങൾ വെയിലടിച്ച് ഉപ്പാട് വരും. ശ്രീകാന്ത് പോണേന് മറ്റേ കബഡി ഒട്ടക്കുന്ന്. അവിടെ വലിയ രസമൊന്നും കാണൂല, നല്ല ചൂടായിരിക്കും, കരിഞ്ഞ് ഒരുമാതിരി ഇരിക്കും. എക്സാക്ട് ഓപ്പോസിറ്റ്. നമ്മൾ ഇടയ്ക്ക് ഈ സൈറ്റ് സീയിങ്ങിന് വേണ്ടിട്ട് ഇറങ്ങാന്ന് വിചാരിക്കുമ്പോ അവിടെ ഭയങ്കര മഴ, ഇറങ്ങാനും പറ്റൂല. അങ്ങനെ നമ്മള് മഴയില്ലെങ്കിലും മഞ്ഞുണ്ട്. ഇപ്പൊ നമ്മള് ഫസ്റ്റ് ഡേ പോയപ്പോഴ് തണുപ്പുണ്ട്. സാധാരണ ചൂട് അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ വെയിലുണ്ടെങ്കിലും ഒരു തണുത്ത കാറ്റും തണുപ്പുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു അവിടുത്തെ വ്യൂവും അവിടുത്തെ തണുപ്പും. നല്ലൊരു കാലാവസ്ഥ നല്ലതായിരുന്നു. പോയ ടൈം നല്ലതായിരുന്നു. ഫുൾ തോട്ടമായിരുന്നല്ലേ, ഏലത്തോട്ടം, മറ്റേ ഇതിന്റെയൊക്കെ തോട്ടമായിരുന്നല്ലോ. നല്ല രസമാണ്, നല്ല വ്യൂ ആയിരുന്നു. പിന്നെ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് ഒരു വണ്ടി മറ്റേ മലഞ്ചെരുവിലൂടെ ഇങ്ങനെ വളഞ്ഞിളങ്ങി ചെറിയൊരു റോഡാണ്. അത് ഹെയർ പിൻ അല്ലേ? അത് ആക്ച്വലി ഇങ്ങനെ ഇറങ്ങി മലയുടെ സൈഡിൽ കൂടെ കഴിഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞ അപ്പുറത്ത് കൊക്കയാണ്. അതാണ് പറഞ്ഞത്, അത് ഹെയർ പിൻ പോലെ ഒരു. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഒരു വണ്ടി പുറകെ ഇങ്ങനെ ഹോൺ അടിച്ച് അവര് ഭയങ്കര ഹോൺ അടിയായിരുന്നു. വാഗണാർ. അപ്പൊ നമ്മൾ വെച്ചാൽ എമർജൻസി ആയിരിക്കും ചിലപ്പോ എന്ന് പറഞ്ഞ് നമ്മൾ ചെറുതായിട്ടൊന്ന് മാറ്റി കൊടുത്തു അവർക്ക് വേണ്ടി. പക്ഷെ അതിനിടയ്ക്ക് സ്പ്ലിറ്റ് സെക്കൻഡ് ഇടിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു ഓട്ടോയും ഓപ്പോസിറ്റ് വരെയായിരുന്നു. അപ്പൊ ഇങ്ങനെ അതിനിടയ്ക്ക് കൂടെ അങ്ങ് എടുത്തു, ഇങ്ങനെ 2 ഓട്ടോയുടെ ഇടയിൽ കൂടെ ഇങ്ങനെ വെട്ടിച്ചെടുത്തു. അപ്പൊ നമ്മള് കാറിൽ ഇരുന്ന് വിളിച്ചു, നമ്മള് എല്ലാരും ഇങ്ങനെ മീൻ പൊരിക്കും. പക്ഷെ അതിന്റെ വീഡിയോ നമ്മുടെ കയ്യിലുണ്ടല്ലോ. വീഡിയോ ഉണ്ട്, ഡാഷ് ക്യാം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഇട്ടുതരാം. ആ വീഡിയോയിൽ അത്ര ഇമ്പാക്ട് ഇല്ല. നമ്മൾ അവിടെ വിളിച്ചത്ര നേരിട്ട് കാണുമ്പോ നമ്മൾ പേടിച്ചു. ആ മഴയത്ത് ഇങ്ങനെ ഒരു സാധനം പോണ ആ ഓട്ടോക്കാരെ നിർത്തി അങ്ങേരിങ്ങനെ ഞാൻ ഇപ്പോഴും ഉണ്ടോ നല്ല രീതിക്കാ നിക്കണ. ഒരു നിമിഷം എനിക്ക് വേണ്ട പുള്ളി തൊഴുതിട്ടൊക്കെ എത്തിയെന്നാണ് തിരിച്ചു വന്നത്. അങ്ങനത്തെ രീതിയായിരുന്നു. കൊക്ക അപ്പുറത്ത് അങ്ങനത്തെ ഒരു സാധനം. അത് വൃത്തിയായിട്ട ഡ്രൈവിങ്. ഈ മഴയത്ത് ഒന്നാമത് ഈ ഒരു വെള്ളമൊക്കെ ഒരു സേഫ്റ്റി ഇല്ലാത്ത ഒരു റോഡാണ്. അത് കഴിഞ്ഞ പക്ഷെ താഴോട്ട് വന്നപ്പോ ഒരു വണ്ടി ഇടിച്ചു നിൽക്കണ ഉണ്ടായിരുന്നു മറ്റേ ഒരു ഇതില്. പക്ഷെ അവരിങ്ങനെ പോകുമ്പോഴേ അവരെ പറ്റി ആലോചിച്ചില്ലെങ്കിലും ബാക്കിയുള്ളവരെ പറ്റിയെങ്കിലും ആലോചിക്കണം. നമ്മള് ഇറങ്ങണ ടൈമിൽ തന്നെ ഒരു സൈഡിലോട്ട് ഒരാൾ അപ്പടിച്ചതേ ഉള്ളൂ. അപ്പടിച്ചിട്ട് മറ്റേ ഫോൺ വിളിച്ചോണ്ടിരിക്കും. അത് അത്ര റിസ്ക് ഉള്ള ഒരു ലൊക്കേഷൻ ആണ്, നല്ല റിസ്ക് ആണ് അപ്പുറത്തൊക്കെ ആയതുകൊണ്ട്. ആ ഒരു ഇവന്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ദയവ് ചെയ്ത് അങ്ങനെ ഡ്രൈവ് ചെയ്യാതിരിക്കുക, അതാണ് പറയാനുള്ളത്. പിന്നെ നമുക്ക് ഉണ്ടായ എക്സ്പീരിയൻസ്, പിന്നെ നമുക്ക് ഉണ്ടായത് എറണാകുളത്ത് എത്തിയതിനു ശേഷം നമ്മൾ ഒരുപാട് എന്താണ് ഇവിടെ പോഡ്കാസ്റ്റിൽ പറഞ്ഞിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് മൃണാളിന്റെ ഹോട്ടൽ. മൃണാളിന്റെ ഹംഗ്രി മൃണാൾ. നമ്മള് പ്രതീക്ഷയില്ല ഇത്ര പെട്ടെന്ന് പോകുന്നല്ലേ. എറണാകുളത്ത് പോകുമ്പോ നമ്മൾ അവിടെ പോയി ചെയ്യും, റിവ്യൂ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എറണാകുളത്ത് പോകുന്ന പ്രതീക്ഷയില്ല, താങ്ക്സ് ടു ശ്രീകാന്ത്. നമ്മൾ എറണാകുളത്ത് പോകാൻ വേണ്ടി ഇരുന്നതല്ല, പക്ഷേ ശ്രീകാന്ത് ഏട്ടന് അർജന്റ് ആയിട്ട് എറണാകുളത്ത് എത്തേണ്ട ആവശ്യം. എറണാകുളത്ത് ഒരു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എറണാകുളത്ത് ഡ്രോപ്പ് ചെയ്യാൻ പോയതാ. അപ്പൊ ഡ്രോപ്പ് ചെയ്ത് പോയ കൂട്ടത്തിൽ നമ്മൾ രണ്ടാമത്തെ ദിവസം ഒരു കണ്ടന്റ് വേണ്ടേ, നമ്മൾ ഹംഗ്രി നമ്മൾ വാക്ക് പറഞ്ഞ വാക്കാണ്, എറണാകുളത്ത് പോകുമെങ്കിൽ നമ്മൾ ചെയ്തിരിക്കും. പക്ഷെ അവിടത്തെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ആക്ച്വലി ഈ സംഭവം കണ്ടപ്പോ ഫസ്റ്റ്
ഞാൻ കണ്ടപ്പോ ഈ നമ്മുടെ ലുലു മാളിന്റെ തൊട്ടടുത്താണ് ഇരിക്കുന്നത് ഞാൻ ഞാനും വിചാരിച്ചില്ല. ആരും വിചാരിച്ചില്ലടാ. അത് ലുലു മാളില് നമ്മൾ കേറി വണ്ടി ചാർജിന് ഇട്ടിട്ട് നടന്ന് വരാനുള്ള അത്ര ദൂരേ ഉള്ളൂ. 200 മീറ്റർ 200-300 മീറ്റർ വരും അതിനകത്തേ ഉള്ളൂ. അതിന്റെ അകത്തേ ഉള്ളൂ. അത്ര അടുത്താണ് ഇത് ഇരിക്കുന്നതെന്ന് ഞാൻ വിചാരിച്ചു. ഞാനും പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഇതിന്റെ ഫ്രണ്ടിൽ പാർക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടാ. ഈ വീഡിയോയില് അങ്ങേര് പറയുന്ന പാർക്കിംഗ് ഇല്ലെന്ന് അങ്ങനെ എന്തോ അല്ലേ പറയുന്നത്? അല്ല, കാർ പാർക്കിംഗ് ഇല്ല. പക്ഷെ കാറ് പാർക്ക് ചെയ്യാനുള്ള ഇഷ്ടംപോലെ സ്ഥലം ഉണ്ട് അവിടെ. കാർ പാർക്ക് ചെയ്യാൻ സ്ഥലം അത് കൊടുക്കായിരുന്നു. എന്തുകൊണ്ട് കൊടുക്കാതെ? ഒരു കാർ പാർക്കും ചെയ്തിരുന്നു. അത് പുള്ളിയുടെ കാറാണ് തോന്നുന്നു. അല്ല അത് വേറെ അല്ല, പാർക്ക് ചെയ്ത് അതിന്റെ ഒരു സാധാരണക്കാരന്റെ അത് മാർക്കറ്റിംഗ് സാധനമാണെന്ന് തോന്നുന്നു. പ്യുവർ മാർക്കറ്റിംഗ് ആണെന്ന് തോന്നുന്നു. പ്യുവർ മാർക്കറ്റിംഗ് ആണെന്ന് വെച്ചാൽ അകത്തെ സ്പേസും ആ റെസ്റ്റോറന്റിന്റെ അകത്തെ സ്പേസും ഇതും വെച്ച് നോക്കുമ്പോൾ ഒരു കാർ പാർക്കിംഗ് അവിടെ കൊടുക്കേണ്ടതാണ് അല്ലേ? ഇത് മാത്രമല്ല, കേരളത്തിന് ഒരുപാട് സ്പേസില് ഇപ്പം നമ്മൾ ആ ടൈമില് ഞായറാഴ്ച ടൈമില് ആളില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു മൃണാൾ, ഹംഗ്രി മൃണാൾ ഇത്രയും ഹൈപ്പ് കാര്യങ്ങള് ഫസ്റ്റ് ഇംപ്രഷനെ നമ്മളിങ്ങനെ നോക്കിയല്ലോ. ഇംപ്രഷൻ പോയപ്പോ നമ്മളൊരു എല്ലാം കൂടെ കൂട്ടി നോക്കി കഴിഞ്ഞാൽ ഒരു എത്ര പേര് കാണും? ഒരു എല്ലാം കൂടെ നമ്മൾ ഉൾപ്പെടെ ഒരു 10 പേരെ കാണും. ആദ്യം നമ്മൾ പോയപ്പോ 4 പേരെ ഉണ്ടായിരുന്നുള്ളൂ. 4 പേരെ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ആ സ്പേസ് വെച്ച് നോക്കുമ്പോൾ വളരെ കുറവ്, ഒരു 10% ആളം കണ്ടേ ഉള്ളൂ ആ സ്പേസ് അല്ലേ? അത് നല്ലൊരു സ്പേസ് അല്ലേ? നല്ലൊരു സ്പേസ് കാണുമ്പോ ഒരു വലിയൊരു സ്പേസ് പോലെ തോന്നും. കാരണം റൂഫ് വലുത്, പിന്നെ ഏരിയ വലുത്, ഒരു ചില്ല് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. എന്നിട്ട് അകത്ത് കേറി ഇത്രയും ഒരു ഹൈപ്പും ഇത്രയും മാർക്കറ്റിംഗ് അല്ലേ? കാരണം ഹംഗ്രി മൃണാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. പക്ഷെ എന്റെ പ്രതീക്ഷയിൽ ഇത്തുകൂടെ ഒരു തിരക്കവും മറ്റേ സംസാരവും ഒരു ഒച്ച കാണുമല്ലോ, ഇങ്ങനെ ഹോട്ടലിലുള്ളൊരു അതൊന്നുമില്ല. ആകെ എല്ലാം കൂടെ കൂട്ടുമ്പോ ഒരു 10 പേര് നമ്മൾ ഉൾപ്പെടെ 12 പേരെ കാണാം. പിന്നെ പുറത്ത് എനിക്ക് 2-3 നേരം ചായ കുടിക്കാൻ പുറത്തുണ്ടായിരുന്നു. ചായ കുടിക്കാൻ ഒരു കുറച്ച് ഗ്രൂപ്പ് അതെന്തുകൊണ്ടായിരിക്കും? പുള്ളി നമ്മള് പോയ ടൈമിന്റെ പ്രശ്നമാണ്. ടൈമിന്റെ പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എനിക്ക് തോന്നുന്ന ഇതായിരിക്കും, ഈ ഒരു ഇവരുടെ ഈ സിസ്റ്റം ഉണ്ടല്ലോ, ഈ സെൽഫ് സർവീസ് എന്നുള്ള സിസ്റ്റത്തിന്റെ ഒരു പോരായ്മയാണെന്ന് തോന്നുന്നു. പോരായ്മയുണ്ട്. അതാ ഇനി മറ്റേ ഹേറ്റ്നെസ് കൊണ്ട് പുള്ളിയുടെ അഹങ്കാരം എന്ന് പറഞ്ഞ് പോവാതിരിക്കുന്നതായിരിക്കാം. പക്ഷേ അതും പോസിബിൾ ആണ്, പോവാതിരിക്കുന്നതായിരിക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അത് ആദ്യമായിട്ട് പോവാതിരിക്കുന്നവര്, ഒരിക്കലും പോവാത്ത ആൾക്കാർ മാത്രമേ കാണുള്ളൂ. നേരത്തെ വരുന്നവരൊക്കെ. പക്ഷെ എനിക്കൊരു ഫുഡ് മോശമല്ലല്ലോ. ഫുഡ് നല്ല ഫുഡായിരുന്നു. ഓൺലൈനില് പല ഇതിനും കേട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് അത്ര മോശം, ക്വാണ്ടിറ്റി കുറവാണ്, അത്ര പറയുന്ന അത്ര ഇതൊന്നും ഇല്ല. പിന്നെ റേറ്റിന്റെ ഇതൊക്കെ കാര്യം പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഇതൊരു പ്യുവർ ഒരു മാർക്കറ്റിങ്ങിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു ഇന്നതിന് വാങ്ങിക്കണേൽ മാത്രം പ്രൈസ് ആണ്. നമ്മളും പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നുവെച്ചാ വാങ്ങിക്കണ മാത്രം ഒരു സാധനമാണ്, വേറൊന്നുമില്ല. നമ്മളും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു ചെറിയ കിണ്ണത്തിൽ 3 കറിയും ഒരു ചോറും വാങ്ങിക്കുമ്പോൾ 70 രൂപ 60 രൂപ സാധാ കടയിൽ വാങ്ങിക്കുന്ന പ്രൈസ് തന്നെയാണ് എന്നുള്ള രീതിയിൽ നമ്മളും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെ ചെന്ന് ഈ മീൽസ് ഒന്നും കിട്ടില്ല, മീൽസും കിട്ടില്ല, ബിരിയാണി പോയത്. അതിപ്പോ രാത്രിയിൽ കിട്ടൂല, അത് കുഴപ്പമില്ല. പിന്നെ പറയാൻ പറ്റൂല. പിന്നെ എനിക്ക് തോന്നുന്നു നിങ്ങള് ഫ്രൈഡ് റൈസ് പറഞ്ഞു, പിന്നെ നമ്മള് പത്തിരിയും ചപ്പാത്തിയും പൊറോട്ടയൊക്കെ പറഞ്ഞു, പിന്നെ അവിടെ ഉള്ള കറികളെല്ലാം ഉള്ള ഐറ്റംസ് എല്ലാം ടെസ്റ്റ് ചെയ്യാന്ന് വെച്ചു. അതെല്ലാം കഴിച്ചപ്പോ എനിക്ക് തോന്നുന്നു ക്വാണ്ടിറ്റി അത്യാവശ്യം ഉണ്ട്, ടേസ്റ്റും ഉണ്ട്. നമുക്ക് എനിക്ക് തോന്നുന്നത് മറ്റേ ഈ ഇതില്ലേ, സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വാങ്ങിച്ചത് മറ്റേ 120 രൂപയ്ക്കുള്ള ഒരു ഫ്രൈഡ് റൈസ് ആണ്. അത് വെർത്താണ്. അത് അവ ഇങ്ങനെ ബിനു പറഞ്ഞു മറ്റേ ശിവാജിയിൽ 120 രൂപയ്ക്ക് എത്ര ഫ്രൈഡ് റൈസ് കാണാം? വളരെ കുറച്ച് ഫ്രൈഡ് റൈസ്. എന്നിട്ട് ഞാൻ യവന്മാരെയും വിഷമിപ്പിച്ചു. അതായത് യവന്മാരെ പറഞ്ഞിട്ട് ചിക്കൻ കറി 1 പീസ് എന്നാ കിടന്നത്. അതെ, അപ്പൊ 1 പീസ് എന്നപ്പോ ഞാൻ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് 1 പീസ്. അപ്പൊ ദാസനൊക്കെ ഇങ്ങനെ 1 പീസ് 100 രൂപയ്ക്ക് 1 പീസാ. പക്ഷെ വന്നപ്പം ആ 1 പീസ് തന്നെ വലിയൊരു പീസും വറുത്തരച്ച ചിക്കൻ കറി, നല്ല ചിക്കൻ കറി. നമ്മള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ചില വീട്ടിലൊക്കെ പോകുമ്പോ കഴിക്കുന്ന ഒരു രുചി ഉണ്ടല്ലോ, രുചി നല്ല കൈപ്പുണ്യമുള്ള ആൾക്കാരുണ്ടാക്കുന്ന
ആ ഒരു സാധനം ഉണ്ടല്ലോ, സാധാരണ നമ്മൾ സാധാ ഹോട്ടലിലെ ചിക്കൻ കറി അല്ല, നല്ല നല്ല ഇച്ചിരി ക്വാളിറ്റി ഉള്ള ചിക്കൻ കറിയാണ് അല്ലേ. പിന്നെ വെജില് മറ്റേ ചില്ലി ഗോപിയാണ്, അത് നല്ല ടേസ്റ്റ്, നല്ല സൂപ്പർ സാധനം. സാധനം. അത് പുറത്തുനിന്ന് ഞാൻ ഇവിടെ ഈ ഇടയ്ക്കൊന്നും ഇങ്ങനെ കഴിച്ചിട്ടില്ല. ഞാനും കഴിച്ചിട്ടില്ല ഈ ഒരു സാധനം. ഈ സാധനം കഴിച്ചിട്ട് നല്ല നല്ല സാധനമായിരുന്നു. പിന്നെ ഇവന്റെ ഫ്രൈഡ് റൈസ് അടിപൊളിയായിരുന്നു. പിന്നെ ചില്ലി ചിക്കൻ 150 റുപ്പീസിന് വെർത്ത് ചില്ലി സാധനം. വെർത്ത് സാധനം. എന്തിനാണ് ഇത്രയും ഹേറ്റ് ഈ ആൾക്കാർ ഇങ്ങനെ പറയുന്നത്? ഫുഡിന്റെ ക്വാളിറ്റിക്ക് ഹേറ്റ്നെസ് പറയുന്നതിനോട് പൊറോട്ട മാത്രമേ എനിക്ക് യോജിക്കില്ല. പൊറോട്ട ഇത്തിരി കട്ടിയുണ്ടായിരുന്നു, ഇച്ചിരി കട്ടിയാണ്. അന്നത്തെ ഒരു പ്രശ്നമായിരിക്കും ചിലപ്പോ എനിക്ക് ഇച്ചിരി വാ കഴിച്ചായിരുന്നു. അല്ല നമ്മളെ ഈ ഓൺലൈൻ ബീഫൊക്കെ കൊള്ളായിരുന്നു. അല്ല നമ്മൾ ഓൺലൈനിൽ ഈ റിവ്യൂ ഒക്കെ ഒരുപാട് കണ്ടിട്ടാണ് അന്ന് പോഡ്കാസ്റ്റ് എടുത്തത്. അപ്പം അതിൽ ഫുള്ള് നെഗറ്റീവാണ് പറയണത്. അത് വെച്ച് നോക്കുമ്പോ ഇത് ഒരു നല്ലൊരു സാധനമാണ്. നല്ല സംഭവം എന്ന് പറഞ്ഞാൽ നമ്മള് കേട്ട വെച്ചിട്ട് ഈ കോൺസെപ്റ്റ് കൊള്ളാം, അതിന്റെ ഒരു ഐഡിയ കൊള്ളാം എന്നുള്ള ഒരു സാധനം ഉണ്ട്. എന്നാൽ ഈ ഫുഡ് എങ്ങനെ ഇത്രയും ക്വാണ്ടിറ്റി കുറവായിരിക്കുമോ, അത്രയ്ക്കുള്ള സാധനമായിരിക്കും, അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളിപ്പം അങ്ങനെ വേണമെന്നുള്ളത് വാങ്ങിയാലുള്ള എന്ന് വെച്ചാൽ വേണമെന്നുള്ളത് മതി എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അതല്ലേ ബ്രിഡാണല്ലേ. പക്ഷെ അത് ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ മാക്കുമാക്കനല്ല, ഒരു നിറവിൽ കഴിക്കാനുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്തിരി ലാവിഷായിട്ട് കഴിക്കണമെന്നുള്ള ഒരു ഇതുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കറിയാണെങ്കിലും അത്യാവശ്യം നമ്മൾ ഇങ്ങനെ ലുബ്ധിക്കാതെ ഫുഡ് കഴിക്കണം എന്നുള്ള ഒരു ഇതുണ്ട്. അപ്പോഴും അപ്പൊ അങ്ങനെ ഒരു കഴിക്കണമെന്നുണ്ട്. അപ്പോഴ് അത് ഇതിൽ നിൽക്കുവോ? അല്ല, ഇതിപ്പോ പുള്ളി പറയുന്ന നല്ല ഫുഡാണെങ്കിൽ അങ്ങനെ വേസ്റ്റ് ആവുകൂടാ, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. പിന്നെ ഈ പുള്ളി പറയുന്ന കോൺസെപ്റ്റ് കൊള്ളാം, പക്ഷെ അത് സാധാരണക്കാർക്കുള്ള കോൺസെപ്റ്റ് അല്ല. സാധാരണ ഇരുന്ന് കഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് ചേട്ടാ ഒരു പൊറോട്ട ഇങ്ങനെ ടേബിളിൽ കൊണ്ടുവരേണ്ടതാണ് നല്ലത്. ഇത് നമ്മൾ അവിടെ നിന്ന് സ്കാൻ ചെയ്ത് സ്കാനിങ് അത് വർക്കിംഗ് അല്ല. കാരണം എനിക്ക് രണ്ടാമത് കഴിക്കണമെന്നുണ്ടായിരുന്നു, അപ്പോഴത്തേക്ക് ഞാൻ സ്കാൻ ചെയ്തിട്ട് അത് രക്ഷയില്ല. പിന്നെ നമുക്ക് തന്നെ മടി തോന്നും ഒന്ന് ഓർഡർ ചെയ്ത് കഴിക്കാൻ. ഈ കൈ കഴുകിയിട്ട് പോകണം, ഞാൻ വേണ്ടിട്ട് ചേട്ടാ കഴുകിയിട്ട് പോകണം, അല്ലാതെ പോയി ചെയ്യണം. നമുക്ക് എണീറ്റ് ആ സീറ്റിൽ നിന്ന് അതുവരെ പോകാൻ ബുദ്ധിമുട്ടാണ് ആക്ച്വലി. എന്ന് പറഞ്ഞാൽ അത്രയും ഡിസ്റ്റൻസ് ഉണ്ട്. അതും കൂടെ ഫാക്ട് ആണ്. കാര്യം ഒരു ചെറിയൊരു സ്പേസ് അല്ല, ഒരു സൈഡിൽ നിന്ന് അങ്ങേ സൈഡിൽ പോകാൻ കുറച്ച് നടക്കണം. നമ്മൾ അങ്ങറ്റത്തെങ്ങാനും പോയിരുന്നു കഴിഞ്ഞാൽ പിന്നെ പാടാ. അത് രണ്ടറ്റം ഉണ്ട്, ഒരു സൈഡിൽ നിന്ന് വേറൊന്നും വരും, ഒരു സൈഡിൽ നിന്ന്. അവിടുത്തെ ആ ഒരു സിസ്റ്റമാണ് എനിക്കൊരു പോരായ്മയായിട്ട് തോന്നിയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം ചെന്നിട്ട് ക്യൂ നിന്ന് മറ്റേ ഓർഡർ ചെയ്യണം. ഓർഡർ ചെയ്യുമ്പോൾ 2 കൗണ്ടർ ഉണ്ട്. ഒരു കൗണ്ടറിൽ എന്തോ കുറച്ച് റൈസ് ഐറ്റംസ് അങ്ങനത്തെ സാധനങ്ങളും, മറ്റേ കൗണ്ടറിൽ ഈ ഫ്രൈഡ് ഐറ്റംസ്, പിന്നെ ജ്യൂസ് അങ്ങനെയുള്ള സാധനം. അപ്പോഴ് നമ്മൾ ഒരു സൈഡിൽ നിന്ന് വാങ്ങിച്ച് വന്നിരുന്ന് കഴിഞ്ഞിട്ട് കഴിച്ച് തുടങ്ങുമ്പോഴായിരിക്കും അടുത്ത സൈഡിൽ നിന്ന് വിളിക്കുന്നത്. അപ്പൊ അവിടെ നിന്ന് വീണ്ടും എണീച്ച് പോയി. നിനക്ക് കൺഫ്യൂഷൻ ഇല്ല അവിടെ, ആ ഫ്രൈഡിന്റെ അവിടെ വെച്ചിട്ട് അവർ അത് അപ്പുറത്തോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അതൊക്കെ കുറച്ച് കൺഫ്യൂഷൻ ആണ് ഈ ഒരു സിസ്റ്റം. അതിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്റെ ഒരു അഭിപ്രായത്തിൽ സിസ്റ്റം വേണ്ട, നോർമലി സാധാരണക്കാർക്ക് അതല്ലടാ നല്ലത്. പിന്നെ അവര് പറയുന്നുണ്ട് സെൽഫ് സർവീസ് ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ 1-2 ഐറ്റംസ് വന്നില്ല, അതും ഒരു പ്രശ്നമായിരുന്നു. നമ്മൾ ഓർഡർ ചെയ്തിട്ട് പിന്നീട് രണ്ടാമത് പറഞ്ഞിട്ടാണ് അയ്യോ മറന്നുപോയി സാർ, രണ്ടാമതാണ് അവർ പ്രിപ്പയർ ചെയ്തത്. അത് പക്ഷെ അത് ചിലപ്പോ എനിക്ക് തോന്നുന്ന ഒരു എററായിരിക്കും. ബില്ലടിച്ച സാധനമല്ലേ, ലാഗം കുറച്ചു വരല്ലേ ഉള്ളൂ. നമ്മളിങ്ങനെ നമുക്ക് ടോക്കൺ 73, അവിടെ നോക്കിയാൽ 72. അപ്പോഴേ മനസ്സിലായി ആള് ഇത് പറഞ്ഞ ഞാനും നീ കൂടെയാണ് പറഞ്ഞത്. അല്ല അവിടെ കണ്ട ആകെ ഒരു പോരായ്മ ഇതാണ്, അവിടുത്തെ ആ ഒരു സർവീസ് അല്ലല്ലോ, ആ ഒരു സിസ്റ്റത്തിന്റെ പോരായ്മ. അത് കറക്റ്റ് ആയില്ല, അത് ഇതുവരെ കറക്റ്റ് ആയിട്ടില്ല. പിന്നെ ഈ ഒരാള് നമുക്ക് എപ്പോഴും വന്നിട്ട് സാധനം വേണോ, ഇനി എന്താണ് ആവശ്യം എന്നൊക്കെ ചോദിക്കുന്ന ആ ഒരു സംഭവത്തിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് അവിടെ ചെന്നപ്പോൾ മനസ്സിലാവും. കാരണം ഇത്രയും ഏരിയയും കൂടെ ആകുമ്പോഴ് കുറച്ചും കൂടെ കൂടുതലായിരിക്കും. അത് പെട്ടെന്ന് അത് നമ്മൾ നോക്കേണ്ട ഈ സുഷമ എന്ന് പറഞ്ഞിട്ട് പോത്തങ്കോട് ഒരു ചായക്കടയുണ്ട്. അവിടെയാണെങ്കിൽ നമുക്ക് കടി കഴിക്കണമെന്ന് ആഗ്രഹം ഇല്ലെങ്കിൽ പോലും പുള്ളി ഒരു ഇത് ട്രേയില് എല്ലാ കടികളും ഇങ്ങനെ നിറച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവച്ച് ഒന്നും പറയും. അല്ല, ഇങ്ങനെ കൊണ്ടുതന്നെ ഒരു ഇമ്പാക്ട് ഉണ്ടോ? ഇപ്പൊ നമ്മൾ ഊണ് കഴിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് പൊരിച്ച മീൻ കൊണ്ട് ഇങ്ങനെ വെക്കുമ്പോഴത്തേക്ക് നമുക്ക് എടുക്കാൻ ഒരു തോന്നൽ വരും. ഇമ്പാക്ട് ആണ് സത്യം പറഞ്ഞാൽ. അപ്പൊ തന്നെ നമ്മളിങ്ങനെ എടുക്കാം. അന്ന് അതുകൊണ്ടാണ് ഞാൻ 5 കടിയൊക്കെ. ഇൻട്രോവേർട്ടൊക്കെ ആണെങ്കിൽ അപ്പൊ തന്നെ പറയാതെ സന്തോഷം വേണ്ടെങ്കിൽ കൂടെയും അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് അവിടെ, അതിന്റെ ഒരു കുറവുണ്ട്. അതുകൊണ്ട് ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നന്നായിരിക്കും തോന്നുന്നു. ഇതൊക്കെ എനിക്ക് ഫ്രൈഡ് ചിക്കനിലൊക്കെ വർക്ക്ഔട്ട് ആവും. ബർഗർ അങ്ങനെയുള്ള മേടിക്കുന്നവർക്ക് ഇത് വർക്ക്ഔട്ട് ആവുന്നു. സെൽഫ് സർവീസ് KFC-യിലും അത് വർക്ക്ഔട്ട് ആവും. പക്ഷെ അതെനിക്ക് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരാൾ വന്ന് നമ്മളുടെ ഇത് ചോദിക്കുന്നതും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് സർവീസ് എന്ന നിലയിൽ നമുക്ക് ഇമ്പോർട്ടൻസ് പറയാം. സംഭവം ഇതൊരു ഫുഡ് കോർട്ട് ഒന്നും അല്ലല്ലോ,
ഫുഡ് കോർട്ട് അല്ലല്ലോ, ഇതൊരു ഹോട്ടലായിട്ടല്ലേ അവർ ചെയ്യുന്നത്. അപ്പോൾ ഈ സെൽഫ് സർവീസ് എന്ന് പറഞ്ഞിട്ട് തന്നെ ചെയ്യണം. ഇനി പക്ഷേ കേരളത്തില് നമ്മുടെ ഒരു ശീലം വെച്ചിട്ട് നമുക്ക് തോന്നും ഇപ്പം ഇത് കൊണ്ടുവന്നിരുന്നെങ്കിലോ, പിന്നെ ഇപ്പൊ രണ്ടാമത് ഇവന് കഴിക്കാൻ വേണ്ടി തോന്നെങ്കിൽ ഇപ്പൊ നമ്മൾ കഴിച്ചു കഴിഞ്ഞ് ഒരു സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ. ഈ ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ അതിന്റെ ഒരു. അത് ഇങ്ങനത്തെ ഐറ്റംസ് ആയതുകൊണ്ട് ചെറിയ ചെറിയ ബൾക്ക് ഐറ്റംസ് അല്ലേ, മറ്റേ ബർഗർ പോലെ അല്ലല്ലോ. ഇപ്പൊ 2 പൊറോട്ട കഴിച്ചിട്ട് മൂന്നാമതൊരു പൊറോട്ട കഴിച്ചാലേ സാറ്റിസ്ഫൈഡ് ആവോളം നിൽക്കുമ്പോൾ ഈ ഒരു പൊറോട്ട വാങ്ങിക്കാൻ വേണ്ടി അവിടെ ബില്ലടിച്ചിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ നിക്കണം. അത് ഓരോരുത്തരി ടോക്കൺ വരെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് സംഭവം അവരെ പ്രശ്നമൊന്നുമല്ല, പിന്നെയും പോയി എടുക്കണം. അവരെ പ്രശ്നമൊന്നുമല്ല, നമ്മളെ ആ ഒരു ശീലത്തിനനുസരിച്ചുള്ള നമുക്ക് ഫീൽ ചെയ്ത് നമ്മുടെ ശീലത്തിന്റെ മാത്രം പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഇപ്പൊ ഈ ഒരു സംഭവം വേറെ എവിടെയെങ്കിലും കൊണ്ടുവച്ചാലും ഓടോന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ഇത് വർക്കിംഗ് ആയിട്ടില്ല. ഇപ്പൊ നമുക്ക് KFC-യിലൂടെയൊക്കെ പോയി നമുക്ക് സാറ്റിസ്ഫാക്ഷൻ നമുക്കുണ്ടല്ലോ, അതിൽ ആ സർവീസിന് നമുക്കത് കുഴപ്പമില്ല. ഇത് നമുക്ക് പറ്റാനില്ല. ഇപ്പം അവിടെ ഇരുന്നിട്ട് പിന്നീട് കഴിക്കുന്നതാണ് അതിന്റെ ഒരു എളുപ്പം. അതിനെന്തെങ്കിലും ഒരു സാധനം കണ്ടുപിടിക്കണം. സെറ്റ് ആവാനുണ്ട്. അതുകൊണ്ട് ആയിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇത് നന്നായിട്ട് ട്രൈ ചെയ്യുമ്പോഴാണ്. ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുമ്പോൾ നമ്മൾ ബൾക്കായിട്ട് മേടിക്കൂലല്ലോ. അപ്പൊ 10 രൂപ നമ്മൾ കൊള്ളാൻ നോക്കിയിട്ട് എന്നിട്ടല്ലേ നമ്മൾ തീരുമാനിക്കുള്ളൂ. അതിനൊക്കെ ഇത് ഇച്ചിരി കൊള്ളാമെങ്കിൽ നമ്മൾ പിന്നെ മേടിക്കും. പിന്നെ ഈ ആള് പോവാത്തതിന്റെ വേറൊരു കാരണം പുള്ളിയുടെ ഒരു തോന്നുന്നു. നമുക്കൊരു ദേഷ്യം തോന്നിയിട്ടേ പോവാതിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. നമ്മൾ 1-2 പേര് ചോദിച്ചു, പറഞ്ഞ അത് വലിയ താല്പര്യമില്ല, പുള്ളിയുടെ കടയില് താല്പര്യമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷെ അത് നല്ല കടയാണ്, നല്ല ഫുഡാണ്, നല്ല ഫുഡാണ്. പക്ഷെ സ്ട്രോഡ് കൂടിയാണ് ഇത് വന്നത്. പിന്നെ വലിയൊരു അതാണ് ഞാൻ പറയാൻ എടുത്ത് പറഞ്ഞു വിത്തൗട്ട് സ്ട്രോ കാര്യം 2 രൂപ എക്സ്ട്രാ ആണല്ലോ. അപ്പൊ പറഞ്ഞു, ഞാൻ പിന്നെ പറഞ്ഞു എനിക്ക് വിത്തൗട്ട് ഐസ് വേണോ, അപ്പൊ അതിന് കുറയൂലല്ലോ, അത് അവർക്ക് ജോലി കൂടുമെന്നാണ് ഇവൻ പറഞ്ഞത്. അത് ഞാൻ പറഞ്ഞു വിത്തൗട്ട് ഐസ് ആണെങ്കിൽ പൈസ കൂടുമെന്നാണ്. കാര്യം ഐസ് ഇട്ടിട്ട് പിന്നെ എടുക്കുകയുള്ളൂ. പിന്നെ വിത്തൗട്ട് ലെമൺ വരെ പറയാൻ പറ്റുന്നത്. പക്ഷേ വിത്തൗട്ട് സ്ട്രോ പറഞ്ഞിട്ട് വിത്ത് സ്ട്രോ ആണ്. സ്ട്രോ കൂടുതൽ കിടക്കണം തോന്നുന്നു. കൂടുതൽ എല്ലാത്തിലും സ്ട്രോ ഇട്ട്. പിന്നെ ഈച്ച പുള്ളിയൊക്കെ പറഞ്ഞ പോലെ ഒരു കുറച്ച് സത്യം പറഞ്ഞ ഒരു വലിയ പ്രശ്നമല്ല, മറ്റേ ട്രാപ്പ് വെച്ചാൽ പോലെ സാധനം നമുക്ക് എന്ന് വെച്ചാൽ എല്ലാ ഹോട്ടലിലും ഉള്ള സാധനം തന്നെ ഭയങ്കര മറ്റേ. പക്ഷെ ആദ്യം നമ്മൾ ചെന്നിരുന്നപ്പം ഇങ്ങനെ ഈച്ചയൊന്നും കണ്ടില്ല. പിന്നെ ഫുഡ് വന്നതിന് ശേഷം പിന്നെ ഭയങ്കര കൂടുതലല്ലേ, 1-2 അങ്ങനെ ആരോ പറഞ്ഞു ഭയങ്കര കൂടുതലൊന്നും അല്ല. അപ്പോഴും എന്റെ തലയിൽ ഒരു ഈച്ച. അത് യവൻ തന്നെ പറഞ്ഞത്. അല്ല, എനിക്ക് യവൻ തന്നെ അത്ര ഈച്ചയില്ലാണ്ട് യവൻ പറഞ്ഞ രസം വലുതായിട്ടൊന്നുമില്ല. ഓരോ ടേബിളിൽ ഓരോന്ന് വെച്ചോളൂ സർവീസ് കണക്ക്. ഞാനും പറഞ്ഞു എത്ര ഇത്, അപ്പോഴും ഇവിടെ ഒരു ഈച്ച വന്നിരിക്കും. അത് ഫുഡ് വന്നതിന് ശേഷം ഭയങ്കരമായിട്ട് നമ്മുടെ ഏരിയയിലത് കൂടി. അത് അതൊക്കെ സത്യം പറഞ്ഞാൽ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ള കാര്യമുള്ളൂ. പിന്നെ പുള്ളിയുടെ കൂടെ ഉള്ളൊരു എല്ലാവരുടെ ആറ്റിറ്റ്യൂഡ് വെച്ചിട്ട് ഇത് കുറച്ചുകൂടെ ഒരു ഈച്ച 2 ആവാൻ ചാൻസ്. കാരണം നമ്മള് ഇപ്പൊ ഇത് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ പുള്ളി ഒരു സ്റ്റാൻഡേർഡ് പറയുന്നുണ്ടല്ലോ, ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യും, മറ്റേ തള്ളി വിടുമല്ലോ. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ പറയാൻ ചെറിയ മോശമാണെന്ന് തോന്നും. അതെ, പുള്ളിക്ക് എന്ന് വെച്ചാൽ പുള്ളി അങ്ങനെയല്ലേ സ്റ്റാൻഡേർഡ് വയ്ക്കണം. പുള്ളി ഓരോ ഹോട്ടലിൽ ചെന്നിട്ട് പറയുന്നത് അങ്ങനെയൊക്കെയാണ് നമുക്ക് തോന്നും. പക്ഷെ ഒരു എറണാകുളത്ത് ഇങ്ങനെ ഒരു സ്പേസിൽ, ഇപ്പൊ ലുലു മാളിന്റെ അടുത്ത് ഇങ്ങനെ ഒരു സ്പേസിൽ ഇത്ര അഫോർഡബിൾ ആയിട്ട് ഫുഡ് കിട്ടണത് അവിടെയാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു. പുള്ളി പറയും പോലെ ചെറിയ ചില നമ്മള് പറയുമ്പം പുള്ളിയുടെ ഒരു അറഗൻസും കൂടെ ചേർത്തായിരിക്കും പറയുന്നത്. അതുകൊണ്ട് നമുക്കൊരു ഇത് തോന്നണം, വിയോജിപ്പ് തോന്നുന്നു. പിന്നെ നമുക്കൊരു അവിടെ പോയി കഴിക്കണ്ട, അത് ശരിയല്ല, അങ്ങനെ നന്നാവണ്ട എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ചിന്തിക്കും. നമ്മൾ മലയാളികൾക്കൊരു ഇങ്ങനെ ഒരു അഹങ്കാരം ഇങ്ങനെ പൊങ്ങച്ചോ ഇങ്ങനെ പറയുമ്പോഴ് ഒരു പുള്ളി പറയുന്നത് ഒരു AC റെസ്റ്റോറന്റില് കയറി നിങ്ങളൊരു ഭക്ഷണം കഴിക്കാൻ എന്ന് വെച്ചാൽ ഇതൊരു AC റെസ്റ്റോറന്റ് അല്ലേ. അപ്പൊ അത് വെച്ച് അങ്ങനെ നോക്കുമ്പോ പ്രൈസും കുറവാണ് അല്ലേ. പുള്ളി പറയുന്ന കാര്യമാണ്, നല്ല കുറവാണ്. നമുക്ക് ഒരു ബഡ്ജറ്റ് ആയിട്ട് സാറ്റിസ്ഫൈ ആയിട്ട് നല്ലൊരു ഭക്ഷണം കഴിച്ച് നല്ല ക്വാളിറ്റി ഉള്ള സാധനം കഴിച്ചിട്ട്. പക്ഷേ ഇതിന് മുന്നേ നമുക്കും വലിയൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇമേജ് ആയിരുന്നു ഇതിനെ പറ്റി. പക്ഷെ നമ്മുടെ എവനുണ്ടല്ലോ ടിനു നമ്മൾ ഒരു ദിവസം കാണാൻ വന്നു. ടിനു നമ്മുടെ സ്ക്വിഡ് ഗെയിമിലൊക്കെ വന്നിട്ടുള്ള പയ്യൻ. അപ്പൊ ടിനു ആണ് നമ്മുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞത് അത് കൊള്ളാം, അഫോർഡബിൾ സാധനമാണ്, ട്രൈ ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞു. അപ്പോഴും നമുക്കൊരു ഒന്നായിരിക്കുമോ, അപ്പോഴാണ് നമുക്കൊരു ഇത് വന്നത്, നമുക്കൊരു അയവ് വന്നു. കഴിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി അത് ഫുഡ് കൊള്ളാം.
ഒരു ഹോട്ടൽ എന്ന നിലയ്ക്ക് ഓക്കെയാണ് പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ്, പുള്ളിയുടെ ആ ഒരു സാധനം നോക്കാതിരുന്ന നിങ്ങൾക്ക് കഴിക്കണമെന്ന് തോന്നിയ ബഡ്ജറ്റ് കഴിക്കണമെന്ന് തോന്നിയ പോയി കഴിച്ചു നോക്കാല്ലേ. ഇവിടത്തെ തട്ടുകടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഏതാണ്ട് ഈ ഒരു എമൗണ്ട് തന്നെയാണ് ആവണത്. ചിലപ്പോ ഇതിൽ കൂടുതലാവാൻ കൂടുതലാവാൻ സാധ്യതയൊക്കെ ഉണ്ട്. പിന്നെ അത് വെച്ച് നോക്കുമ്പോൾ ഒരു AC റെസ്റ്റോറന്റിൽ ഈ ഒരു ഫുഡ് കിട്ടുന്നത് ലാഭകരം തന്നെയാണ്. സോ ചെക്ക് ചെയ്യുന്നതിൽ കുഴപ്പമില്ല എന്ന് തോന്നുന്നു. പിന്നീട് ഒരു മെയിൻ ഇവന്റ് നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ഇവന്റ്, എറണാകുളത്തെ സൂപ്പർ സ്റ്റാർ. അതെ അതെ, നമ്മള് എറണാകുളത്ത് ആ ലുലു മാളിൽ ഒന്ന് കേറിയപ്പോ തന്നെ എക്സൈറ്റ്മെന്റ് ആയിരുന്നു. 6 ടൺ അല്ലേ? അല്ല, നമ്മള് ഇതിന് മുന്നേ വീഡിയോ നമ്മള് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ചോദിച്ചായിരുന്നു, ഇങ്ങനെ ചിലപ്പോ അവിടെ പോകുമ്പോ ലുലു മാളിലൊക്കെ പോകുമ്പോ ചിലപ്പോ 6 ടണ്ണം കാണണമെങ്കിലോ, വീഡിയോയിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ, അങ്ങനെ സ്ഥിര സ്പോട്ടാണല്ലോ, നമുക്കൊരു ഇതില്ലല്ലോ. അപ്പൊ അങ്ങനെ പിന്നെ എന്നിട്ട് നമ്മൾ ചെയ്ത് അത് കഴിഞ്ഞ് നമ്മള് ജസ്റ്റ് ഒന്ന് ബാത്റൂമിൽ പോകാൻ വേണ്ടിട്ടാ ലുലു മാളിൽ പോയത്. അപ്പൊ അങ്ങനെ പോയി നമ്മള് ഫുഡ് കോർട്ടിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടന്നു ചായയൊക്കെ കുടിച്ചിട്ട് ഫുഡ് കോർട്ടിന്റെ കണ്ടിട്ട് നമ്മളിങ്ങനെ പതുക്കെ ഇങ്ങനെ നടന്നു പോയപ്പോഴത്തേക്ക് ഞാൻ ഫ്രണ്ടിൽ പോയി, എവനും ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴും അരുണിനെ കാണാനില്ല. അരുണാണ് ആദ്യം കണ്ടത്. ഒരു മൂലയിലിരിക്കണം അല്ലേ? അല്ല അരുൺ ഇങ്ങനെ ആദ്യം കണ്ടിട്ട് 6 ടണ്ണേ ഇരിക്കണം. അപ്പഴാ വിനു കുറച്ച് ദൂരം പോയി. വിനു അങ്ങനെ പോയപ്പോ ഭയങ്കര എക്സൈറ്റ്മെന്റ്. ഞാൻ ഇങ്ങനെ ഫ്രണ്ട് പോയത് 6 ടണ്ണ് ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ നമ്മള് ഫോട്ടോ ഇട്ടിട്ടുണ്ടോ, അപ്പൊ അതിൽ ആ ഒരു അതേ ലുക്കിൽ തന്നെ തോണ്ടിക്കൊണ്ടിരിക്കും. 6 ടണ്ണ് ഇങ്ങനെ നിക്കണം. അപ്പോഴേ അത് ഷോക്കായിരുന്നു. ഷോക്കായിരുന്നു. വിചാരിക്കൂലല്ലോ ഇങ്ങനെ കാണുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ പെട്ടെന്ന് കണ്ടിട്ട് നമ്മൾ 3 പേരും കൂടെ അവിടെ നിന്ന് ചർച്ച. അപ്പൊ ദാസനാണെങ്കിൽ ആദ്യം അങ്ങോട്ട് നോക്കി, പിന്നെ തിരിഞ്ഞിരിക്കണം. ദാസന്റെ ദാസൻ പറഞ്ഞിട്ട് ഇങ്ങനെ തിരിഞ്ഞിട്ട് ഐ കോണ്ടാക്ട് കൊടുക്കരുത്. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഇത് എവിടെ കേട്ടില്ല. എന്ന് വെച്ചാൽ കൊച്ചിയിൽ എത്തിയപ്പോഴേ ശ്രീകാന്ത് മറ്റേ ഗ്ലാസ് ഉടയ്ക്കാൻ വണ്ടിയിൽ ഫ്രണ്ടിൽ വരും. അപ്പൊ അത് ശ്രീകാന്ത് പറഞ്ഞ ഐ കോണ്ടാക്ട് കൊടുക്കരുത് എന്ന് പറഞ്ഞു. അപ്പോഴും അതുപോലെ ദാസ് ആ ട്രിക്ക് ഐ കോണ്ടാക്ട് കൊടുക്കരുതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തിരിഞ്ഞിരിക്കണം. അവനോട് എന്റെ മുഖത്തൊക്കെ സംസാരിച്ചു. ദാസ് ഇങ്ങനെ ഒരു ഇത് വെപ്രാളായി പോയി. സോഷ്യൽ ആൻസൈറ്റി വന്നപ്പോ അല്ല, നമ്മള് 3 പേർക്കും വന്നായിരുന്നു. ഉല്ലാസ് കാറിൽ കിടന്ന് ഉറങ്ങിയായിരുന്നു. എനിക്ക് വല്ലാത്തൊരു തലവേദന. അപമാനമാണ്. അപ്പോഴേ എന്നിട്ട് നമ്മളിങ്ങനെ 3 പേരും ഇങ്ങനെ ചർച്ച ചെയ്യണം, പോയി ഒന്ന് കണ്ടാലോ, ഒരു ഫോട്ടോ എടുത്താലോ എന്നുള്ളൊരു സംഭവം. എന്നിട്ട് പിന്നെ നമ്മള് പുള്ളിയുടെ ഫ്രണ്ടിൽ കൂടെ നടന്നിട്ട് അങ്ങ് പോയി. അല്ല, അത് രസം നമ്മൾ അവിടെ നിന്ന് തന്നെ കുറെ നേരം ഇങ്ങനെ കേട്ടോ, നീ പോയി അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചടക്കുമ്പോൾ നോക്കിയാണ് കിട്ടുമോ, അങ്ങനെ കിട്ടുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാ നമ്മളവിടെ നിൽക്കുമ്പോ 6 ടണ്ണ് എന്ന് പറഞ്ഞ ഒരു വലിയൊരു എന്ന് വെച്ചാൽ ഒരു ഓറ എല്ലാരും നോക്കിക്കൊണ്ട് പോകണം. നമ്മൾ ഇവന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇവരെന്നെ വിളിച്ച് ഇങ്ങനെ 6 ടണ്ണുണ്ട് ഇങ്ങോട്ട് എന്നെ വിളിച്ച്. അവിടെ ചെന്നപ്പോഴത്തേക്കും ഇവര് പറഞ്ഞ് അങ്ങോട്ട് പോയി നടന്നിട്ട് തിരിച്ചു നടന്നു. അപ്പൊ കാണാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി നടന്നിട്ട് വന്നപ്പോ ഇങ്ങനെ ഇരിക്കുന്ന ആശാൻ സീരിയസ് എന്ന് വെച്ചാ നമ്മള് സാധാരണ ഇപ്പം ഇങ്ങനെ നോക്കൊന്നുമില്ല, അങ്ങനെ തന്നെ ഇരിക്കണം. കാരണം പുള്ളിയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ, പുള്ളിയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ പുള്ളി ഇനി അൺകംഫർട്ടബിൾ ആവുമോ, എന്തെങ്കിലും പറയൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശല്യം ചെയ്യുന്ന ആ ഒരു ടോൺ. ഞാൻ നിന്റെ പറഞ്ഞ ആ പുള്ളി നേരത്തെ വന്ന് സെൽഫി എടുത്ത പയ്യന്മാർക്ക് ആ പുള്ളി ആ രീതിയിൽ തന്നെ ഇരിക്കണം. അപ്പൊ എനിക്ക് ഒന്നുകിൽ പുള്ളിക്ക് തന്നെ തോന്നി പുള്ളി ഇനി കളിയാക്കാനാണ്, അങ്ങനെ അതായിരിക്കും. പുള്ളി ഇനി കളിയാക്കാനാണോ അങ്ങനെയാണോ എനിക്ക് അങ്ങനെ തോന്നുന്നത്. എനിക്ക് പുള്ളിയുടെ ഫേസിൽ അങ്ങനെയാണെന്ന് തോന്നുന്നു. വേറെ എക്സ്പ്രഷൻ ഒന്നും അതന്നെ. പക്ഷെ എല്ലാരും അതുവഴി പോണ എല്ലാരും ഇങ്ങനെ നോക്കി ഇങ്ങനെ നമ്മളവിടെ നിന്നപ്പോഴിങ്ങനെ നമ്മളിങ്ങനെ നോക്കി ഓരോരുത്തർ എത്ര പേർക്ക് പുള്ളി അറിയാം എന്നുള്ളത് നോക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കി. അപ്പൊ എല്ലാവർക്കും ഏകദേശം എല്ലാവർക്കും ഇങ്ങനെ നോക്കും. അത്രയ്ക്ക് ഫേമസ് ആയിരിക്കുന്നവര്. അതുകൊണ്ട് നമ്മളെ പോലെ തന്നെ ഭയങ്കര എല്ലാവർക്കും അറിയാം. നമ്മളെ പോലെ എന്ന് വെച്ചാൽ നമുക്കുണ്ടായ പോലെ എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. കള്ളം പറയാവുന്നത് എല്ലാവർക്കും എക്സൈറ്റ്മെന്റ്. അത് കാണുമ്പോഴാണ് നമുക്ക് സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ട്. നമുക്ക് എന്തോ ഒരു വലിയ ഒരാളോട് സംസാരിക്കുന്ന ഒരു ഫീൽ പോലെ തോന്നും. പിന്നെ ഇവര് ധൈര്യപൂർവ്വം പോയി വിളിക്കാന്ന് പറഞ്ഞു പോയി ചെന്നിട്ട് നമ്മളൊരു പ്ലാൻ ഒക്കെ ഉണ്ടാക്കി നമ്മളെല്ലാം തീരുമാനിച്ചു. നമ്മള് പോഡ്കാസ്റ്റിന് വിളിക്കാൻ പോകാണെന്നുള്ള പ്ലാനിൽ നമ്മൾ പോയി ചെന്ന് സംസാരിക്കുന്നു, ഫോട്ടോ എടുക്കുന്നു.
അപ്പൊ ഇങ്ങനെ പോഡ്കാസ്റ്റിനാണെന്ന് പറഞ്ഞാൽ നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്നാണ് പോഡ്കാസ്റ്റ്. നമ്മള് പോയപ്പോ മാത്രം നമ്മള് നല്ല സംസാരമൊക്കെ സാധാ ഒരു നോർമൽ ആയിട്ട് തന്നെ സംസാരിച്ച് നമ്മൾ വരാലോ, ഞാൻ ട്രിവാൻഡ്രത്ത് വരണോ, നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് ഇവിടെ ഇവിടെ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോഴേ എനിക്കാണെങ്കിൽ ഒരു ടെൻഷൻ. അല്ല നമ്മള് എല്ലാരും പതറി തന്നെ നിന്നത്. എല്ലാരും പതറി. പിന്നെ പതറിയൊന്നുമില്ല. നമുക്കൊരു ചാനലുണ്ട്, പോഡ്കാസ്റ്റ് ഒന്നും പറയല്ല, ചാനലുണ്ട്, ഇതാണ്. അപ്പോഴെ പുള്ളിയാണ് വെച്ച് ഇന്റർവ്യൂ ആണ്, അല്ലല്ലോ പോഡ്കാസ്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാനും പേടിച്ച് തന്നെ നിന്നത്. ഞാൻ ഇവനെ സപ്പോർട്ട് ചെയ്ത് എക്കോ ആയിരുന്നു, ഞാനും ഒക്കെ ആയിരുന്നു. ഉല്ലാസ് ക്യാമറ സൂപ്പർ ആയിരുന്നു. ഉല്ലാസ് താഴോട്ട് നോക്കിയപ്പം ജീൻസ് ആണ് എടുത്തത്. അതെ, ഉല്ലാസ് ഞാൻ വിചാരിച്ച ഒരു നീലക്കുയിലിന്റെ പ്രൊഫഷണലിസം എങ്കിലും കാണിക്കുന്ന. അല്ല ഉല്ലാസ് അതിന്റെ ഒരു ക്ഷീണത്തിൽ ഞാൻ ഇങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്ത. അപ്പൊ ഉല്ലാസ് മറ്റേ നമ്മുടെ ക്രോണോഗ്രാഫ് പുള്ളിക്കാരന് വേണ്ടി കോസ്റ്റ്യൂം, അറാട്ടന്റെ കോസ്റ്റ്യൂമിന് എത്ര രൂപയാണെന്ന് കോസ്റ്റ്യൂമും വാച്ചൊക്കെ മാത്രമേ കാണാറുള്ളൂ. എന്നിട്ട് പിന്നെ അവസാനം നമ്മൾ ചോദിച്ച് ചേട്ടാ ഒരു സെൽഫി എടുത്തോട്ടെ, ഓക്കെ. അവിടെ അല്ല അപ്പോഴേ വിനു ഇരുന്നിട്ട് ഒന്ന് ചിരിക്കോ ആറാട്ടാണെന്ന് ചോദിച്ചപ്പോ അത് മൈൻഡ് ചെയ്തത് പോലും ഇല്ല. അങ്ങനെ ഒരു സൗണ്ട് അവിടെ വേണ്ട, കളഞ്ഞു. ഒന്ന് ചിരിക്കോ ഭയങ്കര സീരിയസ്. ഫോട്ടോ കണ്ടാ അറിയാം, ഫോട്ടോ കാണിച്ചു തരാം. ഇങ്ങനെ ഇരിക്കണം. സ്റ്റോറി ഇട്ടപ്പോഴും പുള്ളി ഭയങ്കര സീരിയസ് ആണല്ലോ. സ്റ്റോറി ആ ഫോട്ടോ കണ്ടപ്പോഴേ ആറട്ടം നമ്മള് വെട്ടി വെച്ച പോലെ ഉണ്ട്. കാരണം നമ്മള് മൂന്നുപേര് ഭയങ്കര ചിരി, ഇങ്ങനെ ചിരിച്ചിങ്ങനെ നിൽക്കുമ്പോ പുള്ളി ഭയങ്കര സീരിയസ്. പിന്നെ പുള്ളി വരാം നമുക്ക് ഇവിടെ എറണാകുളം സെറ്റ് ചെയ്തൂടെ, വരാം, എന്നിട്ട് നമ്പര് തന്നാ മതി എന്ന് പറഞ്ഞു. നമ്പര് ഇങ്ങനെ വാങ്ങി, എന്നിട്ട് നമ്പര് വാങ്ങിച്ചപ്പോ എന്റെ നമ്പര് തന്നെ കൊടുത്തു. അതൊക്കെ കഴിഞ്ഞ് നമ്മളവിടെ ഇറങ്ങി ഒരു വണ്ടി കയറി ഇങ്ങോട്ട് പറഞ്ഞ വഴി ഒരു 12 മണിയായി. നോക്കിയപ്പോ മിസ് കാൾ ആറാട്ടൻ. ഞാൻ ഇങ്ങനെ കാണിച്ചിട്ടാ ആറാട്ടൻ മിസ് കോൾ രാത്രിയില് ഫേസ്ബുക്ക് ലൈവ്. മിസ് കോൾ ആണെന്നോ അറിയാതെന്തോ പക്ഷെ നമ്മളിങ്ങനെ ചിന്തിക്കും 12 മണിക്ക് ആറാട്ടണ്ണൻ മറ്റേ ഇങ്ങനെ ആലോചിക്കില്ല. ഇങ്ങനെ അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ ആറാട്ടെണ്ണം വരാന്ന് പറഞ്ഞു, നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു. നമുക്ക് എടുക്കാം, ഒരു പോഡ്കാസ്റ്റ് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം നമുക്ക്. പക്ഷെ ഇത്തിരി ആറ്റിറ്റ്യൂഡ് ഉള്ള പോലെ തോന്നും. പക്ഷെ എനിക്ക് തോന്നുന്ന ഈ പുള്ളിക്ക് ആൾക്കാരെ അറിഞ്ഞൂടെ എന്താണ് ആൾക്കാരുടെ ഫേസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ചിലപ്പോ ആ ഒരു ഡിഫൻസ് സിസ്റ്റത്തിലായിരിക്കും ചിലപ്പോ ഒന്ന് അയവായിരിക്കും. അയ്യോ നമ്മളെയോ തോന്നുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അല്ലേ? അവരെയും കൂടെ അഭിപ്രായം പറയാം. ആറാട്ടെണ്ണനെ കൊണ്ടുവരണോ, കൊണ്ടുവന്നത് ഇഷ്ടപ്പെടുവോ? ഒരു വേറൊരു പെർസ്പെക്റ്റീവ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷെ പുള്ളിക്ക് ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടെന്ന് തോന്നുന്നു. അല്ല നമുക്ക് നോക്കാം, എന്താ ട്രൈ ചെയ്ത് നോക്കാം. അതെ, അപ്പൊ ഇതായിരുന്നു നമ്മുടെ ട്രിപ്പിന്റെ ഒരു ഇത് അവലോകനം. അല്ല, ട്രിപ്പില് നമ്മള് വീഡിയോ എടുക്കാത്ത വീഡിയോയിൽ വരാത്ത കുറച്ച് സാധനങ്ങളൊക്കെയാണ് ഇവിടെ. അതൊക്കെയാ ഇവിടെ പറയാൻ പാടില്ലാത്തത്. പക്ഷെ നല്ലൊരു ട്രിപ്പായിരുന്നു, നല്ല ട്രിപ്പായിരുന്നു. നമ്മളെ വാഗമണ്ണും നല്ല രസമായിരുന്നു. നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ അധികം ടൈം കിട്ടില്ല, അതിന്റെ പ്രശ്നമേ ഉള്ളൂ. കിട്ടിയില്ല സത്യം പറഞ്ഞ കാര്യം. എല്ലാവർക്കും ഈ ഇതാണ്, യവനെ അടുത്ത ദിവസം പോണം, ശ്രീകാന്തിനെ അവിടെ എത്തിക്കണം, അതൊക്കെയാണ് ജോലിയൊക്കെ ലീവ് എടുത്ത് വന്നൂടെ. ശ്രീകാന്തിന് ഡൽഹിയിൽ പോണം, അത് അവന്റെ കുഴപ്പമില്ല, പോട്ടെന്ന് വിചാരിക്കാം. പിന്നെ യവനാണെങ്കിൽ നമുക്കാണെങ്കിൽ ഒരു ദിവസം അവിടെ നിന്നിട്ട് ശ്രീകാന്ത് ഞാൻ നിൽക്കുന്ന മോശമാണ്, ഒരു സുഹൃത്തിനെ മോശമല്ലേ, ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാന്ന് വിചാരിച്ച അപ്പൊ നിങ്ങൾക്ക് ഈ പോഡ്കാസ്റ്റ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഒരു യാത്രാവലോകനം കണ്ടാൽ മതി. നിങ്ങൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവണം ചിലപ്പോ ഈ വീഡിയോസ് കൂടെ കാണുമ്പോഴേ കണക്ഷൻ കിട്ടും. ഇപ്പൊ നമ്മളിപ്പം വ്ളോഗ് ഇപ്പൊ ഇറങ്ങിയിരുന്നെങ്കിൽ നമുക്കും പറയണതിന് ഒരു സാധനം, ഒരു റെഫറൻസ് വെച്ച് പറയായിരുന്നു, ഇതെങ്ങനെ വരും അങ്ങനെ വരുമെന്ന് അറിഞ്ഞൂടല്ലോ. പിന്നെ നമ്മൾ ഒരുപാട് ഇനി ലേറ്റ് ആയാൽ ചിലപ്പോ നമ്മളെ മെമ്മറിയിൽ നിന്ന് തന്നെ ഈ സാധനങ്ങളൊക്കെ കുറച്ചൊക്കെ തന്നെ ഓൾമോസ്റ്റ് കുറെ ഒക്കെ ഡിലീറ്റ് ആയി, കറപ്റ്റഡ് ആയി, പുതിയ മെമ്മറീസ് ഉണ്ടാക്കുവാണല്ലോ നമ്മൾ. അപ്പൊ ഈ പോഡ്കാസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
പിന്നെ നമ്മുടെ ബ്ലാഗ് നമ്മളെ ബ്ലാക്ക് നമ്മുടെ ബ്ലാഗ് ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞു അയ്യോ നമ്മുടെ ട്രാവൽ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള കമന്റ്സും ഇതിനെ പറ്റിയിട്ടുള്ള കമന്റ്സ് ഒക്കെ ഇടുക. അപ്പൊ അതത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യുകയാണ്. അടുത്ത എപ്പിസോഡ് കാണുമ്പോഴേക്കും ബൈ.